അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും നമ്മളോട് കരുണയുള്ളവരായിരിക്കാം. കാരണം പുറത്ത് നമ്മളെ ഉരുട്ടിപ്പുരട്ടി ഒരു വഴിയാക്കാൻ അത് കാലം അങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് വരും. ഒരു കലാകാരൻ എന്ന രീതിയിൽ അതുപോലുള്ളൊരു പാൻഡമിക് സിറ്റുവേഷനിൽ പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിക്കാൻ എനിക്ക് ആ ഷോയിലൂടെ സാധിച്ചു. അവസരം നോക്കാതെ ചാൻസ് ചോദിക്കുന്ന ഒരാളായിരിക്കും. കാരണം അവർ ഏതൊരു സാഹചര്യത്തിൽ നിൽക്കാതെ എന്ന് നോക്കാതെ ചാൻസ് ചോദിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ യാതൊരു സർട്ടിഫിക്കറ്റ് നോക്കി എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്ത ആളാണ്. ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് ഞാൻ അതായിരിക്കാം ഒരു ഇത്, മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് തന്നെ ഇത് എന്നുള്ള ആ ഒരു ഇതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിയുടെ സ്റ്റൈലുണ്ട്, എറിഞ്ഞു ടക്ക് അടിച്ച് 6, രണ്ടാമത് അടി എറിഞ്ഞു അത് 6, മൂന്നാമത് എറിഞ്ഞു അത് 6. അപ്പൊ എന്റെ അടുത്താണ് ലാലേട്ടൻ നിൽക്കുന്നത്. അതിന്റെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ്ട് അടുത്തടുത്ത സ്ഥലങ്ങളാണ് ഫീൽഡിങ് ചെയ്യുന്നത്. അപ്പൊ ലാലേട്ടൻ ഞാൻ ഇങ്ങനെ 6 അടിച്ച് ഇങ്ങനെ നോക്കി ലാലേട്ടൻ അവിടെ കൊണ്ട് ലാലേട്ടൻ്റെ മുഖത്ത്. അപ്പൊ ലാലേട്ടൻ അവിടെ നിന്ന് ഇതാ മോനെ കിട്ടുമെന്ന് പറഞ്ഞത്. എന്റെ കാര്യങ്ങളെല്ലാം കുറച്ച് സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. സിനിമകൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാവാം, പ്രോഗ്രാമിനിടയിൽ ഗ്യാപ്പ് ഉണ്ടാവാം. അപ്പോൾ ആ സ്ലോ എന്ന് പറയുന്നത് നിലനിർത്തണമെങ്കിൽ എന്താ പറയണ്ടേ, ഒരു ഡിസിപ്ലിനാണ് ആവശ്യം, ഒരു സ്റ്റഡിനെസ്. ആ സ്റ്റഡിനെസ്സിന് ഡിസിപ്ലിൻ ആയിരിക്കും ആവശ്യം. പാസ്റ്റ് ഈസ് എ ബക്കറ്റ് ഓഫ് ആഷസ്. അങ്ങനെ തന്നെ നിൽക്കട്ടെ, ഒരു മിസ്റ്ററി ആയിട്ട് നിൽക്കട്ടെ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എൻ്റെ ഷോയിലുള്ളത്, എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തെ പറ്റി വലിയൊരു ഇൻട്രൊഡക്ഷൻ ഒന്നും മലയാളി പ്രേക്ഷകർക്ക് തരേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവരുടെയും പ്രിയപ്പെട്ട, മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനാണ് എൻ്റെ മുന്നിലുള്ളത്, നമ്മുടെ ഇവരെ സ്വന്തം മണിക്കുട്ടൻ. ഹലോ ചേട്ടാ, നമസ്കാരം. വെൽക്കം ടു ദ ഷോ. പ്രത്യേകിച്ച് വലിച്ചു നീട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും ചേട്ടന് ആവശ്യമില്ല. ഇത് എല്ലാവരുടെ എല്ലാവർക്കും ഞാൻ കുറച്ച് ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ എന്റെ പേരിലും കൊടുത്തു, ഇനി എനിക്ക് മാത്രമായിട്ട് കുറയ്ക്കണ്ട. ചേട്ടന് പറയണെങ്കിൽ എന്താ സകലകല വല്ലപ്പൻ എന്തൊക്കെ പറഞ്ഞാലല്ല, അതിനേക്കാളും ഭേദം ഞങ്ങളുടെ മണിക്കുട്ടൻ അങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ മലയാളികൾ അങ്ങ് വീണോളൂ. അതെ, എന്റെ പേരിനൊരു സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ എല്ലായിടത്തും പറയുന്ന പോലെ, കാരണം നിത്യ ഹരിതം എന്നൊക്കെ പറഞ്ഞ പോലെ നിത്യ കുട്ടിത്വമുള്ള ഒരു പേരാണ് മണിക്കുട്ടൻ. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂല് ഈ പറഞ്ഞ പോലെ, ഞാനിപ്പോ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് കുട്ടികളുടെ ഇതായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അവർ വെച്ച് ഈ പ്രോഗ്രാമിൽ അട്രാക്ട് ചെയ്തത് ഞാൻ എന്റെ പേര് തന്നെയാണ്. കാരണം ഇനിയിപ്പോ കുറെ കാലം കഴിഞ്ഞ് ഞാൻ എന്റെ അപ്പൂപ്പനായാലും മണിക്കുട്ടൻ അപ്പൂപ്പൻ. അപ്പൊ അതൊരു ആ ഒരു കുട്ടിത്വം ഉണ്ട്. അപ്പൊ അത് മലയാളികൾക്ക്, നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ച ഒരു നെക്സ്റ്റ് ഡോർ ബോയ് ഇമേജ് എനിക്ക് തരുന്ന ഒരു പേര് തന്നെയാണ്. അതെ അത് എപ്പോഴും ഉണ്ട്. പേരായാലും ചേട്ടനോടായാലും ഒരു നെക്സ്റ്റ് ഇമേജ് എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. കുറച്ച് പേർക്കാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി, ആസിഫിക്ക, മണിക്കുട്ടൻ ചേട്ടൻ, അങ്ങനെ കുറച്ച് പേരുണ്ട് നമ്മുടെ മലയാളത്തില്. എന്നെ മലേഷ്യയിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. കാരണം ഇന്നലെ വരെ മലേഷ്യയിലായിരുന്നു. ഇന്റർവ്യൂ നടക്കുമ്പോഴത്തേന് ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഇത് മലേഷ്യയിൽ പോയിട്ട് ഹാങ് ഓവർ ആണ് കേട്ടോ, അല്ലാതെ എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടല്ല. ആസിഫ് എന്നെയൊക്കെ കമ്പയർ ചെയ്തു. സെയിം കോസ്റ്റ്യൂം അല്ലേ? ഇതൊക്കെ എന്നെ വ്യത്യസ്തമാക്കാൻ വേണ്ടി മലേഷ്യയിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സ്. ഇത് ഞാൻ ഇവിടെ നിന്ന് തിരുവനന്തപുരം എന്താ കുണ്ടാങ്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വ്യത്യസ്തമാക്കാൻ വേണ്ടി. ഞാനൊന്ന് വെറൈറ്റി പിടിച്ചതാ. പക്ഷെ എനിക്കതാണ് മലേഷ്യയിലും ട്രിവാൻഡ്രത്തും സെയിം സാധനം കളർ കിട്ടുന്നത്. ഞാൻ ഇവിടെ തന്നെയാ എടുത്ത. ഞാൻ ഒരു വെറൈറ്റി. ഇത് സെയിം സംഭവം. ഞാനിപ്പോ ഒരു US ഷോയ്ക്ക് പോയിരുന്നു. അപ്പൊ US ഷോയ്ക്ക് പോകുമ്പോഴത്തേനും നമ്മൾ ഈ പെട്ടിയാണ് ഭയം. കാരണം ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലോട്ട് സ്റ്റേറ്റുകളാണ്. അപ്പൊ നമ്മൾ ഈ ബാഗുമായിട്ട് ഫ്ലൈറ്റിൽ യാത്രയാണ്. അപ്പം പെട്ടി നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടി ഡിഫറെന്റ് ആയിട്ട് ഒരു കളർ പെട്ടി എല്ലാവരും എടുക്കാറുണ്ട്. കാരണം ഭയങ്കര ഈ ട്രാവൽ കൂടുതലാണ്. നമുക്ക് നമ്മുടെ ഓർത്തിരിക്കണമെന്നില്ല. സെയിം കളറായി കഴിഞ്ഞാൽ എടുത്ത് മാറി വന്നിട്ട് അബദ്ധങ്ങൾ പറ്റിയതുണ്ട്. മാറി വന്നിട്ട് കോസ്റ്റ്യൂംസ് ഒക്കെ നമുക്കിപ്പോൾ ഡാൻസിനും നമ്മുടെ പാട്ടിനും ഒക്കെ ഉള്ള കോസ്റ്റ്യൂംസ് ആ പെട്ടിക്കകത്തായിരിക്കും. പെട്ടി മാറി എടുത്തിട്ട് വന്നിട്ട് അവസാനം ഉള്ള കോസ്റ്റ്യൂമിൽ കളിച്ച ചരിത്രമുണ്ട്. അപ്പൊ ഈ വ്യത്യസ്തതയ്ക്ക് വേണ്ടി പെട്ടി വ്യത്യസ്തമായ കളർ എടുക്കും. അങ്ങനെ വ്യത്യസ്തമായ കളർ എടുത്ത് വന്നപ്പോൾ എല്ലാവർക്കും സെയിം കളർ. അതൊരു എല്ലാവർക്കും ഒരു ഈ പുലിയുടെ ഇതൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. എല്ലാവരും ഞാൻ ഇത്തിരി വ്യത്യസ്തമായ കളറാണ്, എന്റെ വീട്ടിൽ തെറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാറിൽ നിന്ന് ബാഗ് എടുത്തപ്പോൾ എല്ലാവരും ഏതാണ്ട് ഒരു 5-6 പേര് സെയിം കളർ. അങ്ങനത്തെ. അപ്പം ഇനി നമ്മുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. എന്തൊക്കെയുണ്ട്, ആദ്യം എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പം സുഖമാണോ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സുഖമാണെന്ന് പറയും. കാരണം ഇപ്പം 2026 തുടങ്ങിയ സമയത്ത് തന്നെ എൻ്റെ ഒരു സിനിമ റിലീസ് വന്നു. ഞാനും കൂടെ ഭാഗമായിട്ടൊരു സിനിമ റിലീസ് വന്നു. ആ ക്യാരക്ടറിന് സിനിമയ്ക്ക് അത്യാവശ്യം ആൾക്കാർ സ്വീകാര്യത എടുത്തിട്ടുണ്ട്. സോണി എന്നാണ് ക്യാരക്ടറിന്റെ പേരും. അതും ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വലിയൊരു
അപ്പം ഞാൻ സുഖമാണ്. അതെ, അതാണ് ഞാൻ ആദ്യം തന്നെ സുഖാണോ എന്ന് ചോദിച്ചത്. എനിക്ക് തോന്നുന്നു നല്ല റെസ്പോൺസും കാര്യങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ, ഇപ്പം ഈ പറയുന്ന പോലെ തിയേറ്ററിലേക്ക് ആൾ വരിക എന്ന് പറയുന്ന ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. അതെ അതെ. പണ്ടൊക്കെ ഓക്കെ ഓക്കെ പടം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒരുവിധം കയറുമായിരുന്നു. ഉം. ഇപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഡബിൾ 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 ഓക്കെ എന്നൊക്കെ അതെ പറഞ്ഞാൽ അതെ അതെ. പ്രേക്ഷകർ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമൊക്കെ വന്നുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു നല്ല സ്വീകാര്യത ലഭിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷകർ ഇപ്പോൾ രണ്ടാമത്തെ ആഴ്ച നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വരിക എന്ന് പറയുന്നത് അതെ. നമ്മളെ സംബന്ധിച്ചൊരു വലിയ കാര്യം തന്നെയാണ്. ഓക്കെ. ഇപ്പം ഇപ്പം ചേട്ടൻ്റെ ആദ്യത്തെ മൂവീസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം നിൽക്കുമ്പം എന്തൊക്കെ സ്ട്രഗിൾസ് ആണ് ഈ നമ്മൾ നേരിടുക? ഇപ്പോൾ ഒരുപാട് പേർക്ക് OTT പ്ലാറ്റ്ഫോം അങ്ങനെ ഡിഫറെൻറ്റ് അവരുടെ ഒരു കംഫോർട്ട് സ്പേസിൽ ഇരുന്ന ഫിലിം കാണാനാണ് ഇപ്പം എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് നമ്മളെപ്പോലുള്ള എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഭയങ്കര ടെൻഷനും ഉള്ള ഒരു കാര്യമാണ്. അതിനെങ്ങനെയാണ് നിങ്ങളൊക്കെ ഒന്ന് ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡെയിലി അപ്ഡേഷൻ വരുന്നൊരു ഫീൽഡാണ് നമ്മൾ. അതെ അതെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹോംവർക്ക്. അതെ അതെ ഇപ്പം നമ്മൾ പണ്ടത്തെ കാര്യം പറയുന്ന പോലെ നമ്മൾ ഗ്രന്ഥശാലയിൽ ചെന്നാൽ TV കാണാൻ സാധിക്കത്തുള്ളായിരുന്നു. ഒരു വലിയൊരു ഏരിയയിൽ ഒരു TV ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ കുട്ടിക്കാലത്ത് നമ്മുടെ ആ ഏരിയ ഫുള്ള് ഒരു വീട്ടിൽ മാത്രമേ TV ഉള്ളൂ. അതെ അതെ അവിടെ ഞായറാഴ്ച സിനിമ കാണാൻ വേണ്ടി ഒരു ക്യൂ തന്നെ, അത് തിയേറ്റർ. പിന്നെ അത് മാറി ഇപ്പോൾ ടിവികൾ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അതെ അതെ എല്ലാം മൊബൈലിലോട്ട് മാറുന്ന സമയം. അതെ അതെ അപ്പോൾ ആ അപ്ഡേഷനിൽ പിന്നെ നമ്മൾ ഒരു ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത് എന്താണ് ആ ഫീൽഡ് എന്നുള്ളത് മനസ്സിലാക്കുക. മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ യാത്രയിൽ ഈ പറയുന്ന പോലെ നമ്മുടേതായ നമ്മൾ അപ്ഡേറ്റഡ് ആവേണ്ട ആവശ്യങ്ങളുണ്ടാകും. അതാണ് നമ്മുടെ നിലനിൽപ്പെന്ന് പറയുന്നത്. എൻ്റെ ഒരു അറിവ് വെച്ച്, പരിമിതമായ അറിവ് വെച്ച് പറയുന്നത്, ടാലൻറ്റിനേക്കാൾ ഉപരി ഇങ്ങനെയുള്ള അപ്ഡേഷൻ കറക്റ്റായി പോവുക എന്നുള്ളതാണ് നമ്മളൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഓക്കെ അത് ഓക്കെ. സ്വീകരിക്കാൻ തയ്യാറാകുന്ന ആൾക്കാർക്ക് നമ്മൾ ഈ പറയുന്ന പോലെ കുറച്ച് ലോങ് റൺ ഉണ്ടാവും. അതെ പിന്നെ ടാലൻറ്റ് മസ്റ്റായിട്ടും വേണം. അതെ എക്സ്ട്രാ ഓർഡിനറി ടാലൻ്റ് ഉള്ളവർ ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നെപ്പോലെ പരിമിതമായ ടാലൻ്റ് ഉള്ളവർ ഇതൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഈ ലൈക്ക് അവസരങ്ങൾ അങ്ങനെ ചോദിക്കാറുണ്ട്. ഈ അജുചേട്ടൻ എപ്പോഴും പറയണേക്കണം നമ്മൾ ഇവിടെ ഉണ്ടെന്ന്. ചിലവരൊക്കെ ചില ഡയറക്ടേഴ്സ് ഒക്കെ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെ ചോദിക്കാൻ മടി ഇല്ലാത്ത കൂട്ടത്തിലാണ് അജുചേട്ടൻ പറയുന്നത്. അപ്പൊ മണിക്കുട്ടൻ ചേട്ടൻ എങ്ങനെയാണ് അങ്ങനെ ഞാൻ ഈ അവസരം? അജുവിൻ്റെ അടുത്ത് ഒരു ചാൻസ് ചോദിച്ചിട്ടുള്ള ആളാണ്. കാരണം അജു പ്രൊഡ്യൂസറാണ്. അതെ അജുവിൻ്റെ ഒരു ടീം. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ അജു തരണോ ഇല്ല എന്നാണ് അടുത്തത്. ആ, അതെ ഞാൻ എടുക്കുന്നത് മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചാൻസ് ഇപ്പോഴും ചോദിക്കാറുണ്ടെന്നുള്ളത്. അതെ 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 അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലൊരു വലിയ ലെജൻഡ്, നമ്മൾ ജീവിച്ചിരിക്കുന്ന ലെജൻസാണ് അതെ അവരൊക്കെ. അതെ അതെ അതെ. അദ്ദേഹം ചോദിക്കുമ്പോൾ നമുക്കെന്താണ് മടി എന്നുള്ളതാണ്. ഞാൻ തീർച്ചയായിട്ടും എല്ലാവരെയും കാണുമ്പോൾ ഒരുപക്ഷെ അവസരം നോക്കാതെ ചാൻസ് ചോദിക്കുന്ന ഒരാളായിരിക്കും. കാരണം അവർ ഏതൊരു സാഹചര്യത്തിൽ നിൽക്കാതെ എന്ന് നോക്കാതെ ആ ആ ചാൻസ് ചോദിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമത്തിലൊക്കെ നിൽക്കുമ്പോഴല്ല, അല്ല. അല്ലാതെ നമ്മൾ, കാരണം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, ആവശ്യക്കാരന് ഔചിത്യമില്ല. അതെ അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരാളാണ്. അപ്പം ചാൻസ് ചോദിക്കുന്നതിൽ ഇതൊന്നുമില്ല. ഉം. ആ, പിന്നെ തരണോ വേണ്ടെന്നുള്ളത് അവരെ കാര്യമാണ്. അതെ അതെ അതെ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ടെലിവിഷനിലെ ഡ്രാമ ജൂനിയേഴ്സിന്റെ അല്ലേ ലൈക്ക് ജഡ്ജായിട്ട് ജഡ്ജിങ് പാനലിലുണ്ട്. അപ്പൊ അവിടെയും ഒരുപാട് കുഞ്ഞു കുഞ്ഞി ഇനി വരാൻ പോകുന്ന കലാകാരന്മാരാണ് അവിടെ ഉള്ളത്. അവിടെ ആ ഒരു ഫ്ലോറിൽ നിൽക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? കാരണം ഒരുപാട് കുട്ടികളുടെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് അവിടെ കാണാൻ പറ്റും. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി, അയ്യോ ഇവരൊക്കെ ഇത്രയും പെർഫോം ചെയ്യുമെന്ന്. എങ്ങനെയുണ്ട് ലൈവായിട്ട് അവരുടെയൊക്കെ അതെ പെർഫോമൻസ് അതെ, കാണുമ്പോൾ? അടുത്ത ജനറേഷൻ വളരെ ടാലന്റഡ് ആണ്. ആ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ സിനിമയിൽ എത്രത്തോളം സക്സസ് ആണ്, അതെ അല്ലെങ്കിൽ ഇവരൊക്കെ സിനിമ കാണുന്ന അതെ ആൾക്കാരായിരിക്കുമല്ലോ. അതെ അതെ അപ്പോൾ എവിടെയെങ്കിലും ഒരു ജഡ്ജ്മെന്റ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ. നമ്മൾ വളരെ സ്നേഹപരമായിട്ട് ഒരു ചേട്ടൻ എന്ന രീതിയിൽ അതെ അതെ സംസാരിക്കുള്ളൂ. അതെ അതെ പറയുമ്പം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആദ്യം നീ മര്യാദയ്ക്ക് അഭിനയിക്കും, എന്നിട്ട് നീ ഞങ്ങൾ ഉപദേശിക്കാൻ വാ എന്ന് വരെ പറയാൻ പറ്റുന്ന ആ, അതെ കഴിവുള്ള കുട്ടികളാണ് അതെ അവിടെ അതെ ഉള്ളത്. അതെ അതെ ആ സമയത്താണ് ഭാഗ്യത്തിന് ഇപ്പോൾ ഈ സുഖമാണോ വന്ന സമയത്ത് റിവ്യൂവേഴ്സ് ഒക്കെ അത്യാവശ്യം അതെ നല്ല അഭിപ്രായം പറഞ്ഞു. അതെ. അപ്പോൾ ഇനി ജഡ്ജ്മെന്റ് നമുക്ക് പേടിക്കാതെ പറയാം. ആ പറയാം. അപ്പോൾ പറഞ്ഞ ചേട്ടൻ മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടോ, നീ സുഖമാണോ പോയി പോയി കാണ്. കാ- അപ്പോൾ പിന്നെ നമ്മളീ പറയുന്ന പോലെ കുട്ടികൾ അവർ എല്ലാ രീതിയിലും ഏറ്റവും വലിയ സംരക്ഷണമുള്ളൊരു സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതെ എല്ലാ അതെ രീതിയിലും ഉം. അപ്ഡേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കെല്ലാം ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന, ഒന്നും തേടിപ്പോവേണ്ട ആവശ്യമില്ല, അതെ അതെ എല്ലാം തന്നെ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പം ഞാനൊക്കെ കുട്ടിക്കാലത്ത് നമുക്കൊരു സ്റ്റേജ് കിട്ടുക തന്നെ വലിയ പാടായിരുന്നു. അതെ ആ സ്റ്റേജിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നമുക്ക് പരിശ്രമങ്ങൾ ഉണ്ടാകും. പക്ഷെ നമുക്ക് അതിന് വേണ്ടിയുള്ള നോ ഹൗ, അതായത് പറഞ്ഞു തരാൻ വേണ്ടിയോ ഒരു ഡാൻസിന് പറഞ്ഞു തരാൻ വേണ്ടിയോ നമ്മൾ TV-യിലോ വല്ലോ ചേച്ചിമാരൊക്കെ എന്തെങ്കിലും പറഞ്ഞു തന്നത് വെച്ച് കളിച്ചിട്ടുള്ളൂ. അതെ 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 അങ്ങനെ ചെന്നാലും സ്റ്റേജ് കിട്ടണമെന്നില്ല. പക്ഷെ അതെ ഇന്ന് ഈ പറയുന്ന പോലെ ഇത്രയും വലിയൊരു സ്റ്റേജ് കിട്ടുന്ന സമയത്ത് പോലൊരു
പ്ലാറ്റ്ഫോമിൽ ഇത്രയും വലിയ സ്റ്റേജ് കിട്ടുന്ന സമയത്ത് അത് യൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് മാതാപിതാക്കളും കുട്ടികളും മുന്നോട്ട് കുട്ടികളുടെ ആവശ്യപ്രകാരം മാതാപിതാക്കളൊത്ത് മുന്നോട്ട് വന്നു. അത് തന്നെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അവർ ആ സ്റ്റേജ് യൂസ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ കാര്യം. ആ സ്റ്റേജിനെ മനോഹരമായിട്ട് അവർ യൂസ് ചെയ്യുന്നു. അത് കണ്ടിരിക്കാൻ തന്നെ ഒരു ഭാഗ്യം വേണം. അതൊരു ജഡ്ജിങ് സീറ്റിലല്ല, അത് കണ്ടിരിക്കാൻ തന്നെ ഒരു ഭാഗ്യം വേണം. അത് ആ ജഡ്ജ് ചെയ്യുന്ന ഒരു സീറ്റിലിരുന്ന് കണ്ടിരിക്കുന്നത് അതിനെക്കാട്ടി വലിയൊരു സന്തോഷം. അപ്പം ഞാൻ ആ ഒരു നിമിഷത്തെ ആ ഒരു സന്തോഷത്തിലേ കാണുന്നുള്ളൂ. പിന്നെ അവരിൽ നിന്ന് ജീവിതം എന്താണെന്ന് പഠിക്കുക. അപ്പോൾ നമ്മൾ ബൈബിളിലൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കുട്ടികളെ പോലെ ആകുക എന്നൊരു സംഭവം. അപ്പോൾ അവിടെ ചെന്നിട്ട് കുട്ടികളെ പോലെ ആവുക. നമ്മൾ ഒരുപാട് വർക്ക് ടെൻഷൻസ്, ഇപ്പം ഞാൻ ഇമ്മീഡിയറ്റ് CCL ക്രിക്കറ്റ് കഴിഞ്ഞ് വരെയാണ്, വേറൊരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, ഒരു റിലീസ് കഴിഞ്ഞു. അപ്പോൾ അതിനിടയിൽ നമുക്കൊരു റിലാക്സ് ചെയ്യുന്ന, നമ്മളൊരു കുട്ടികളെ പോലെ ആയി മാറുന്ന ഒരു പ്ലാറ്റ്ഫോം എല്ലാം മറന്നല്ലേ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പൊ സുഖമാണോ ഇപ്പൊ തിയേറ്ററിൽ ഇപ്പൊ ചേട്ടന് നല്ല പ്രൊമോഷനിലൊക്കെ ഇങ്ങനെ ബിസി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ക്യാരക്ടറിനെ പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളോടൊന്ന് പറയാമോ? ഇത് സോണി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. സ്ഫടികം ജോർജിയുടെ മകനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ അരുൺ ചേട്ടനാണ്. അരുൺ അദ്ദേഹത്തിന്റെ കരിങ്കുന്ന സിക്സേഴ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്ത വേട്ട കരിങ്കുന്ന സിക്സേഴ്സ് ആണ് അദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്ത സിനിമ. അപ്പോൾ അതിൽ കരിങ്കുന്ന സിക്സേഴ്സ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഈ സിനിമ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തതാണ്, സുഖമാണോ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ എമ്പുരാൻ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വേറൊരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് വാങ്ങാൻ വേണ്ടി അന്ന് ലൊക്കേഷനിൽ വന്ന സമയത്ത് എന്നെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സിനിമ ആണ്. ഞാൻ പറഞ്ഞു നമ്മളെയൊക്കെ മറന്നല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല മറന്നിട്ടില്ല, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ട് എമ്പുരാനൊക്കെ റിലീസ് ആകുന്ന അടുപ്പിച്ചാണ്, റിലീസ് ഷൂട്ടിംഗ് കഴിഞ്ഞ് എമ്പുരാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ സമയത്താണ് ഒരു സഡൻ ചേട്ടൻ മണിക്കൂട്ട് എവിടെയുണ്ട്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തുണ്ട്, ഒന്ന് ഇങ്ങനെ സ്ഥലത്ത് ഞാൻ ഉണ്ട്, നീ ഒന്ന് വന്ന് കാണാമെന്ന് പറഞ്ഞു. ചെന്ന് കണ്ടപ്പോഴത്തേനും ഈ സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടോ? ഞാൻ പൊതുവേ ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിച്ച രണ്ടാമത്തെ സിനിമയിൽ ചിലർ വിളിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷെ രണ്ടാമത് അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ എന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ അതാണ് എന്നെ അട്രാക്ട് ചെയ്ത മെയിൻ കാര്യം. പിന്നെ ഈ ക്യാരക്ടർ എന്നോട് പറഞ്ഞു, ഇത് സോണി എന്നാണ് ഇങ്ങനെ ക്യാരക്ടർ. പുള്ളി കുറച്ച് ഡ്രഗ് അഡിക്റ്റ് ആണ്. എപ്പോഴും ഈ പറയുന്ന ഇതിൻ്റെ ഇതിൽ 2 സീനേ ഉള്ളൂ. പക്ഷെ ഈ ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ലോൺലിനെസ്സിനെ കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ്. ഇതിൽ മാത്യൂസ് ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഒരു ലോൺലിനെസ്, ഇതൊരു സോളിറ്റ്യൂഡിലേക്ക് മാറുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം രണ്ട് ഡിഫറെന്റ് വാക്കുകളാണ്, ഡിഫറെന്റ് ഇമോഷൻസ് ആണ്. അപ്പം അങ്ങനെ മാറുന്നതിൽ തുടക്കം എന്ന് പറയുന്നത് ഈ സോണിയുടെ ഡയലോഗാണ്. കാരണം ഈ പറയുന്ന പോലെ മാത്യൂസിൻ്റെ ക്യാരക്ടറിന് ഒരു ഫാമിലി ഒന്നുമില്ല. അപ്പം ഒരു ഇൻസിഡൻറ്റ് വെച്ച് ഇവനാണ്, ഈ സോണിയാണ് പറയുന്നത് നീ എൻ്റെ ഫാമിലി ആണെന്നുള്ളത്. അപ്പോൾ അതൊരു ആർട്ടിസ്റ്റ് തന്നെ ചെയ്യണം. ഒരു സീനോ 2 സീനോ ഉണ്ടാകത്തുള്ളൂ, പക്ഷെ അതൊരു ആർട്ടിസ്റ്റ് തന്നെ ചെയ്യണം മണിക്കൂട്ടാന്ന് പറഞ്ഞൊരു ആഗ്രഹം ഉണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങൾ വിളിച്ച തന്നെ വലിയ കാര്യം. പിന്നെ എനിക്ക് എൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് ക്യാരക്ടറിന് എങ്ങനെ ഒരു ഡിഫറൻസ്, നമ്മൾ 1-2 സീനേ ഉള്ളൂ, ഇതിന് എങ്ങനെ ഒരു സംഭവം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ തുടക്കം തന്നെ ഒരു മറ്റേ ഈ ഒരു സിന്തറ്റിക് ഡ്രഗ്, ഈ സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല ഈ സാധനം. സിനിമയിൽ കണ്ടിട്ടില്ല, റോളും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, റോളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ സിനിമയിൽ ഇങ്ങനെയുള്ള യൂസ് ചെയ്യാൻ കണ്ടിട്ടുള്ള, നേരിട്ട് ആരും യൂസ് ചെയ്യാൻ കണ്ടില്ല. ഈ സാധനം അത് എവിടെ വേണമെങ്കിലും ഞാൻ വന്നിട്ട് ഇത് കണ്ടിട്ട് പോലും ഇല്ല, ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. അപ്പം എൻ്റെ മനസ്സിൽ എങ്ങനെ നമുക്കൊരു സംഭവം, ഇത് അച്ഛൻ മരിച്ചു കിടക്കുകയാണ്, ഇത് ഒരു വലിച്ചാൾ എങ്ങനെയൊക്കെ ചിന്തിക്കാം, എങ്ങനെയൊക്കെ ആ സമയത്ത് പെരുമാറാം. അങ്ങനെ എഴുതിയ സമയത്താണ് ഈ വിക്രം സിനിമയിൽ കമൽ ഹാസൻ സാർ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതായത് അതിൽ ഈ പറയുന്ന പോലെ ഡ്രഗ്സിനെതിരെ പോരാടുന്ന ഒരു ഇതാണ്. അപ്പം അദ്ദേഹം പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വലിച്ചിട്ട് മനുഷ്യൻ എത്രയോ കാലം ഇവോൾവ് ചെയ്തിട്ടാണ് മൃഗത്തിൽ നിന്ന് മനുഷ്യനായി മാറിയത്. അങ്ങനെ ഡയലോഗ് പറയാം. അതിനുശേഷം ഇപ്പം ഇത് യൂസ് ചെയ്ത് മനുഷ്യൻ വീണ്ടും മൃഗത്തിന് തുല്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. മൃഗങ്ങൾ പോലും ചെയ്യാത്ത രീതിയിലൊക്കെ പല കാര്യങ്ങളും വേറെ ഉണ്ട്. അത് മൃഗത്തെ ഞാൻ കളിയാക്കിയതല്ല. അപ്പോൾ ഒരു സ്ഥലത്ത് എങ്ങനെ നമ്മൾ ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നറിയാത്തൊരു ഘട്ടം, അതാണ് ഈ ഡയലോഗിൽ ഉദ്ദേശിക്കുന്നത്. ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവം. അപ്പോൾ ഈ ഡയലോഗ് ഇങ്ങനെ കിടന്നിട്ട് ഞാനപ്പോൾ ആലോചിച്ചു, ഇപ്പോൾ അച്ഛൻ മരിച്ചിടങ്ങി നമ്മൾ കരയാം, നമുക്ക് പല രീതിയിൽ കണ്ടിട്ട്. അപ്പോൾ ഞാൻ ഈ ലഹരിയുടെ ഇതിലിങ്ങനെ അച്ഛൻ ചിരിച്ചിട്ട് ഇങ്ങനെ തലയാട്ടി ഇങ്ങനെ ഒരു സാധനം. അപ്പം ഞാൻ ഡയറക്ടറോട് കൺവേ ചെയ്തു. അപ്പം അദ്ദേഹം പറഞ്ഞാൽ കൊള്ളാം, നമുക്ക് അത് തന്നെ ചെയ്യാം. അപ്പം അച്ഛൻ മരിച്ച് ഫ്രണ്ടിൽ കിടന്നു ഇത് വലിച്ചിട്ട് ഇത് എന്താ സംഭവിക്കുന്നത്, അച്ഛൻ ഉറങ്ങി കിടക്കുകയാണ്, കുറെ ആൾക്കാർ ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഇത് എനിക്ക് ആ ക്യാരക്ടറിന് കൊടുക്കാൻ സാധിച്ചു, ഇങ്ങനെ ഒരു അറ്റംപ്റ്റ്. അപ്പം അതിനുശേഷം ഈ ഡയലോഗൊക്കെ പറയുമ്പോൾ അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ ഡയലോഗിലോട്ട് വരുമ്പം ആ ഇമ്പോർട്ടൻസ്, കാരണം ഇതെൻ്റെ ഫാമിലി ആണെന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്കത് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി തന്നെ ധൈര്യം തന്നു, എടാ അത് ചെയ്തു നോക്ക്, നമുക്ക് എങ്ങനെ വരുമോ എന്നുള്ളത് നോക്കിയിട്ട് ഇത് തന്നെ ചെയ്യും, ഇത് തന്നെ പിടി. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവർ ഈ ലൈറ്റായിട്ട് ലിക്കറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പുള്ളി സിഗരറ്റ് വലിക്കും. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചുള്ളത് തന്നെ പുള്ളി കുടിച്ചിട്ട് ഈ സിഗരറ്റ് പുറത്ത് പോയി വലിച്ചിട്ട് വരുന്നിട്ട് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇടും. അപ്പം ഞാൻ അത് ഇവിടെ ചേട്ടാ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അത് ഞാൻ ഇങ്ങനെ അപ്പം പറഞ്ഞ് ഇത് യൂസ് ചെയ്ത് നോക്കും.
സത്യം പറഞ്ഞാൽ അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് പേടിയായിരുന്നു. കാരണം എങ്ങാനും പൊതുവേ ഞാൻ റിവ്യൂവേഴ്സ് പറയുന്നത് ഞാൻ കേൾക്കാറില്ല. എൻ്റെ ഇഷ്ടത്തിനാണ് സിനിമയെ കാണുന്നത്. പക്ഷേ പ്രേക്ഷകർ കൂടുതലായിട്ട് റിവ്യൂവേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ കാണുന്ന ഒരു സമയമാണ് അതെ ഇപ്പം. അതെ അതെ ഞാൻ പറഞ്ഞു കാലം മാറുന്നതനുസരിച്ച്. എങ്ങാനും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നൂലിന്മേലുള്ളൊരു കളിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ പിന്നെ 2026 പിന്നെ സിനിമകൾ ഇന്ന് സിനിമാക്കാർ പൊതുവേ ഈ പറയുന്ന പോലെ റിവ്യൂവേഴ്സിനെ എതിർത്ത് പറയുന്നുണ്ടെങ്കിലും ചില കാസ്റ്റിംഗ് സമയത്ത് മറ്റേതിൽ ആ റിവ്യൂവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഓ അങ്ങനെ പറയാറുണ്ട്. അത് ഞാൻ ഓക്കെ ധൈര്യപൂർവ്വം തന്നെ പറയുന്നു. അങ്ങനെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആ ആർട്ടിസ്റ്റിനെ വേണോ ഓക്കെ എന്നുള്ളൊരു ചില മനസ്സിലായി. സംഭവങ്ങൾ വരാറുണ്ട്. അപ്പോൾ എന്നാലും പറഞ്ഞ 2026 എൻ്റെ അമ്മേ കൈവിട്ടു പോയി. അതിൻ്റെ ഒരു ഡ്രാമ ജൂനിയർ കിടക്കുക. അതെ അപ്പോൾ ഇതൊരു ധൈര്യപൂർവ്വം ഈ ഒരു അറ്റംപ്റ്റ് ചെയ്തു. പക്ഷേ ഈ പറയുന്ന പോലെ ഇപ്പം അത് ഡയറക്ടർ അന്ന് ഓക്കെ പറഞ്ഞു. ആദ്യം നമ്മൾ കാണുന്ന പ്രേക്ഷകൻ ഡയറക്ടറാണ്, അതെ അതെ ക്യാമറമാനും ഡയറക്ടറും അത് ഓക്കെ പറഞ്ഞു. അതിനുശേഷം സിനിമ വന്നതിന് ശേഷം പ്രേക്ഷകർ ഓക്കെ പറഞ്ഞു. അതെ ഇപ്പം റിവ്യൂവേഴ്സ് പലരും റിവ്യൂസ് അവരുടെ അഭിപ്രായത്തിൽ നല്ലൊരു കമൻറ്റ് സോണിയെക്കുറിച്ച് ഇങ്ങനെ നൈസായിട്ട് അതെ അതെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതായിരുന്നു സോണിയുടെ എനിക്കൊരു വെല്ലുവിളി, എനിക്ക് ആ ക്യാരക്ടറിലേക്ക് കിട്ടുന്നൊരു സംഭവം. അതെ അതെ നമ്മൾ ഈ പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞാൽ സിനിമ അഭിനയം ഒന്നും ഒരു സ്ഥലത്ത് പോയി ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയൊന്നും പഠിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ ഞാൻ ഈ സ്കൂളുകളിലും കോളേജും കാണിച്ച തമാശകൾ അല്ലെങ്കിൽ എൻ്റെ ജീവിത എക്സ്പീരിയൻസ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം, ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ചുവർ എനിക്ക് കിട്ടി. ഞാനൊരു ചെറിയ ചിത്രം വരച്ചു, അതെ എൻ്റേതായ സ്റ്റൈലിൽ ഒരു ചിത്രം വരച്ചു. അത് സക്സസ് ആയി നിൽക്കുന്നതിൽ സന്തോഷം. സന്തോഷം. എനിക്ക് തോന്നുന്നു അത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആകാൻ നെഗറ്റീവ് ആകാൻ പറ്റുന്ന ഒരു അതെ അതെ, ക്യാരക്ടർ ഒരു അച്ഛൻ ആയിരുന്നു. മരിച്ചു കിടക്കുമ്പോൾ ചിരിച്ചൊക്കെ അതെ ഇങ്ങനെ അതെ പറഞ്ഞ അതെ അതെ ആൾക്കാരായി അതെ എന്താടാ ഇത് എന്നൊക്കെ. ചെറിയൊരു മീറ്റർ അല്ലേ അതെ അതെ അതെ, അത് 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 ദൈവം അനുഗ്രഹിച്ചത്. അതെ ഓക്കെ. അത് എന്തായാലും സക്സസ്ഫുൾ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലേ. നമുക്ക് ഇപ്പൊ ഫിലിമിൽ ആക്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ ചേട്ടൻ അന്ന് സ്ട്രഗിൾ ചെയ്തോലെ ഇപ്പം സ്ട്രഗിൾ ചെയ്യേണ്ട വരുമെന്ന് എനിക്കറിയില്ല, എന്നാലും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇപ്പൊ ചേട്ടൻ ബോയ് ഫ്രണ്ടിലൂടെയാണ് ഫസ്റ്റ്ലി വന്നതെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എന്ന് തൊട്ടാണ് ഈ സിനിമ മോഹം അല്ലെങ്കിൽ ഒരു അഭിനയം ഉള്ളിലേക്ക് വന്നത് എന്ന് തൊട്ടാണ്? ഇല്ല, പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ വളരെ ഭാഗ്യം കൊണ്ട് സിനിമയിൽ വന്ന ഒരാളാണ്. ഓക്കെ ഞാൻ കുട്ടിക്കാലത്ത് ചില സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഓക്കെ ഒരു നല്ലൊരു ക്യാരക്ടർ എന്നെ തേടി വരുന്നത് കായംകുളം കൊച്ചുണ്ണിയാണ്. കായംകുളം കൊച്ചിന്. പക്ഷെ അത് കായംകുളം കൊച്ചുണ്ണിയിൽ പല കള്ളന്മാരും ഒരു കള്ളനാവാൻ പോയതാണ്. അതെ അതെ അവിടെ ചെന്ന സമയത്ത് ആ ഡയറക്ടറിനും സ്ക്രിപ്റ്റ് റൈറ്ററിനും തോന്നി ഇവനാണ് നമുക്ക് പറ്റിയ കൊച്ചുണ്ണി എന്ന് കൊച്ചുണ്ണി പറഞ്ഞിട്ട് അതെ അതൊരു 4 എപ്പിസോഡ് ചെയ്യാൻ വന്നു. അതിന് പ്രേക്ഷകർ സ്വീകരിച്ചു. ഏതാണ്ട് 250 എപ്പിസോഡ് അതെ ചെയ്തു. അതെ അതെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിനയൻ സാർ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എന്നെ വിളിക്കുന്നു, ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമയിൽ. ഓക്കെ അപ്പോഴും ഞാൻ കായംകുളം കൊച്ചുണ്ണി ചെയ്യുന്ന സമയത്തും എൻ്റെ കൂടെയുള്ള പല ആർട്ടിസ്റ്റുകളും തിയേറ്ററിൽ നിന്നോ അല്ലെങ്കിൽ അഭിനയം എക്സ്പീരിയൻസ് ചെയ്തിട്ട് എവിടെന്നെങ്കിലുമൊക്കെ പഠിച്ചിട്ട് വന്ന ആൾക്കാരാണ്. ഓക്കെ ഓക്കെ എനിക്കിതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു മേഖലയിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ. ഓക്കെ. അപ്പൊ ഈ ആക്ടിങ് വലിയ താല്പര്യം അങ്ങനെ താല്പര്യമല്ല, ആ ആക്ടിങ്ങിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് പഠിച്ചിട്ട് കിട്ടിയാൽ ചെയ്യാം ചെയ്യാം. എന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ അങ്ങനെ ഞാൻ സിനിമയിലെത്തി. ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട്, സീരിയൽ എക്സ്പീരിയൻസ് കൊണ്ട് സിനിമ എത്തിയപ്പോൾ ഞാൻ ചെയ്യുന്നതൊന്നും അല്ല അഭിനയം. ഒരു ക്യാരക്ടർ ആവുക എന്ന് പറയുന്നത് ഇതൊന്നും അല്ല അതെ എന്ന് അവിടെ വെച്ച് ഞാൻ മനസ്സിലാക്കി. അതെ അതെ അപ്പോഴും എൻ്റെ കൂടെയുള്ള പല ആർട്ടിസ്റ്റുകളും ഓൾറെഡി ടാലൻറ്റഡ് ആണ്. അവർക്ക് അവരുടെ എവിടെന്നെങ്കിലുമൊക്കെ ഈ സിനിമ ആക്ടിങ്ങിനെ കുറിച്ച് പഠിച്ച ആൾക്കാരാണ്. ചിലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി നല്ല എക്സ്പീരിയൻസ്. എൻ്റെ ആ സമയത്ത് സിനിമയിൽ വന്നവരും അങ്ങനെ തന്നെയായിരുന്നു. അതെ 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 അപ്പം ഞാൻ ദൈവമേ ഇത് നമുക്ക് പറ്റിയ മേഖലയല്ലേ ഞാൻ എത്തിയത്. ആ സമയത്താണ് എനിക്കൊരു കുട്ടിക്കാലത്ത് സംഭവിച്ചൊരു ഇൻസിഡൻറ്റ് എനിക്ക് ഓർമ്മ വന്നത്. അതാണ് എന്നെ പിന്നെ സിനിമയിൽ നിർത്താൻ പ്രേരിപ്പിച്ചത്. ഓക്കെ അപ്പം ഞങ്ങൾ ചർച്ചിൽ പോകും. ഈ ആ ആ പറയുന്ന പോലെ വൈകുന്നേരം കുർബാനയ്ക്ക് പോകുന്ന കുർബാന സമയത്ത് ആം, അവിടെ നമ്മുടെ പള്ളിയിൽ അപ്പോൾ എൻ്റെ അമ്മയും ചേച്ചിമാരാണ് അവിടുത്തെ മെയിൻ പാട്ടുകാർ. ആ പിന്നെ അവിടെ പാടാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വൈകുന്നേരം ചർച്ചിൽ മൈക്ക് വെച്ചുള്ള കൊയറല്ല, ഓക്കെ ഞായറാഴ്ച മാത്രമേ മൈക്ക് വെച്ചുള്ള മൈക്ക് കൊയറുള്ളൂ. വെച്ച് ഓക്കെ അപ്പം ഈ പാടുന്ന സമയത്ത് അവിടെ ഒരു അങ്കിൾ വരും. ആ അങ്കിള് ഒച്ചത്തി പാടും. ആ അങ്കിളിന് ശ്രുതിയില്ല, രാഗമില്ല, താളമില്ല, ഒന്നുമില്ല. ആ പക്ഷെ അങ്കിള് പാട്ടെല്ലാം അറിയാം. അങ്കിൾ അതങ്ങ് ഒച്ചത്തിൽ തന്നെ ആ പാടും. അപ്പോൾ ഈ ആസ്ഥാന പാട്ടുകാർക്ക് അതൊരു ബുദ്ധിമുട്ടായി. അവരുടെ വോയിസ് അവരെ കേൾക്കും. വോയിസ് കേൾക്കുന്നില്ല. ഈ പുള്ളി താളമില്ല, രാഗമില്ലാതെ ആ പാടുന്നുണ്ട്. അപ്പോൾ അവരുടെ രാഗവും താളവും തെറ്റുന്നുണ്ട്. അവർ തെറ്റുന്നുണ്ട്. വിചാരിക്കുന്ന അവർ പാടുന്നതാണ് രാഗവും താളവും എന്ന് ആ ആ വിചാരിച്ചിട്ട് ഇത് ആ തെറ്റുന്നുണ്ട്. ആ അപ്പോൾ ഈ മാസ് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഇത് ചർച്ചയായി. ഓക്കെ ഈ പുള്ളി ഓക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ പാടുന്നുണ്ട്. അപ്പം ഞാൻ ഈ പുള്ളി എങ്ങനെയാണ് ഇങ്ങനെ പാടുന്നത്? കുട്ടിക്കാലമാണ്, നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. ഈ പുള്ളി എന്താ ഇങ്ങനെ പാടുന്നത്? ആ, ബാക്കിയുള്ളവർ നന്നായി പാടുന്നുണ്ടല്ലോ, ഈ പുള്ളി ഒരു ഡിസ്റ്റർബൻസ് ആവുന്നു, കുറച്ച് പാടിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹത്തോട് ഇത് ചോദിക്കാൻ മടിയായി. അദ്ദേഹം ഒരു ഗവൺമെൻറ് ഓഫീസറൊക്കെയാണ്. ചോദിക്കാൻ മടിയായി. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേന് ഒരു അങ്കിൾ, അവിടുത്തെ അങ്കിൾ, ഈ വൈകുന്നേരത്തെ ആ മീറ്റിംഗ് ചുമ്മാ എല്ലാവരും കൂടെ ചർച്ച ചെയ്യുന്ന സമയത്ത് ചോദിച്ചു, അത് എടോ കുറച്ച് പാടിക്കൂടെ? നിങ്ങൾ പാടുമ്പോൾ അതിന് രാഗവും താളവും ഒന്നും വരുന്നില്ലല്ലോ, ബാക്കി നമ്മൾ പാടുന്ന ആൾക്കാർ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പാടിക്കൂടെ? അല്ലെങ്കിൽ ചില പാട്ടുകൾ പാടാതിരുന്നൂടെ എന്ന രീതിയിലും വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ആൻസർ ഉണ്ട്.
അദ്ദേഹം ഏറ്റവും ആരാധിക്കുകയും ഏറ്റവും സ്നേഹിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇതുപോലുള്ള ലൈഫ് ഗിഫ്റ്റായി തന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ, അതായത് ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ. ദൈവം അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു നല്ല വിശ്വാസിയാണ് അദ്ദേഹം. ഓക്കെ. ഇങ്ങനെ എനിക്കൊരു സമ്മാനമായിട്ട് തന്നൊരു ജീവിതം, സമ്മാനമായി തന്ന വോയിസ്, ഇതുപോലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ തന്ന് അദ്ദേഹത്തോട് ഞാൻ പാടുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നന്ദി അറിയിക്കുമ്പം ഞാൻ രാഗമോ താളമോ ഭാവമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മനസ്സിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും അങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. അത് കേൾക്കുന്ന അദ്ദേഹം ഒരിക്കലും വിചാരിക്കില്ല ഇവന് രാഗമുണ്ടോ, ആ രാഗമുള്ള പാട്ടുകാർ മാത്രം കേട്ടാൽ മതി എന്ന് വിചാരിക്കില്ല. അദ്ദേഹം എല്ലാവരെയും സ്വീകരിക്കും. അതെ, അതെ. ആ ഒരു ആൻസർ ഉണ്ടല്ലോ എനിക്ക്, ഞാനൊരു അങ്ങനെ ഭയങ്കര വിശ്വാസമൊന്നുമില്ല, പക്ഷേ എൻ്റെ ജോലി സ്ഥലങ്ങളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. സാധിച്ചു. ഞാൻ സിനിമയെ എൻ്റെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുന്നുണ്ട്. എനിക്കൊരു കഥാപാത്രം കിട്ടുന്ന സമയത്ത് എൻ്റെ പരിമിതമായ എൻ്റെ ലൈഫ് ഇത്രയും നന്നാക്കി തന്നത് സിനിമ തന്നെയാണ്. അതെ. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു, ഇത് നന്നാക്കി തന്ന സിനിമയാണ്. ആ സിനിമയോട് ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ അതിനെ പൂർണ്ണമായി സമർപ്പിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ ഒരു ഇത്. അതെ. അത് ഞാൻ ഇന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ പഠിക്കാം, ഇത് വേണമെങ്കിൽ പോയി പഠിക്കാം, പഠിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ടെക്നിക്കാലിറ്റി കിട്ടുമായിരിക്കും, നമുക്ക് കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ആ പ്രസൻസ് ഓഫ് മൈൻഡ് അവിടെ തരുന്ന കഥാപാത്രം നമ്മൾ വൃത്തിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം തന്നെ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവികത്തുള്ളൊരു കലയാണ്, ഒരുപാട് പേരുടെ ജീവിതങ്ങൾ മാറ്റിമറിച്ചൊരു കലാരൂപമാണ്. അപ്പോൾ ആ സിനിമ ചില അനുഗ്രഹങ്ങൾ നമുക്ക് തരും. എല്ലാവരും പഠിച്ചിട്ട് വരണമെന്നില്ല, ഇവൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടല്ലോടാ, അവനും കുറച്ച് അനുഗ്രഹം നമുക്ക് കൊടുക്കാവുന്ന സിനിമ വിചാരിക്കാം. അത് തന്നെയാണ് എന്നെ സിനിമയിൽ നിലനിർത്തിയത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആക്ടിങ്ങിനെ പാഷനേറ്റ് ആയിട്ട് കണ്ടിട്ടൊന്നുള്ള ആളല്ല. ഇപ്പം ഞാൻ ആക്ടിങ്ങിന് എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ. അങ്ങനെ ബാക്കിയുള്ളവരെ കമ്പയർ ടു അതേഴ്സ് ഞാൻ അങ്ങനെ വലിയ പാഷനേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ രീതിയിൽ ഞാൻ പാഷനേറ്റ് ആണ്. ഓക്കെ. അപ്പോൾ അത് തന്നെയാണ് എന്നെ ഇത്രയും കാലം നിലനിർത്തിയത്. അത് തന്നെയാണ് ഞാൻ മുന്നോട്ട് ആ ഒരു സിസ്റ്റം വെച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഒരുപാട് ഇപ്പൊ ചിലവരൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ ഓക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ബോംബെ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി പഠിക്കുന്നവരുണ്ട്. ഇപ്പൊ ഇതില് എന്താ പറയാ, അതൊരു സെൽഫ് കോൺഫിഡൻസും കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ടാണോ വീണ്ടും അങ്ങനെ ഇപ്പൊ പഠിക്കാനൊന്നും പോകണ്ട, എനിക്ക് എൻ്റെതായ രീതിയിൽ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പാഠങ്ങൾ അങ്ങനെ അത് കുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണോ? അല്ലല്ല, പഠിക്കാൻ പോകുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. അതൊരു വലിയ അനുഗ്രഹമാണ്. ഓക്കെ. അവർക്ക് കിട്ടിയ ഭാഗ്യം നമുക്ക് കിട്ടിയില്ല, അത്രേ ഉള്ളൂ. അതെ. അവർക്ക് ഈ പറയുന്ന പോലെ ജീവിത സാഹചര്യങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി ഇനിഷ്യേറ്റീവും കഷ്ടപ്പാട്ടുകൊണ്ടും അവർ പഠിക്കാൻ സാധിച്ചു. അതെ, അതെ. എനിക്കത് സാധിച്ചില്ല. അപ്പം ഞാൻ ഇത് എൻ്റെതായ രീതിയിലുള്ള ആശ്വാസമല്ല. എന്നെപ്പോലെ ഇതിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ആ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുക എന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് പഠിക്കാൻ അവസരം കിട്ടുന്നുണ്ടെങ്കിൽ പോയി പഠിച്ചോ, നന്നായി പഠിച്ചോ, അതെ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ സിനിമയിലായാലും ഏത് ഫീൽഡിലായാലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അല്ലേ, നമുക്ക് സ്ട്രഗിൾസ് ഉണ്ട്. ഇപ്പോൾ പ്രേക്ഷകരൊക്കെ വിചാരിച്ചിങ്ങനെ ഫിലിമിൽ അങ്ങനെ വലിയ അപ്സ് ആൻഡ് ഡൗൺസ് ഇല്ല, ഭയങ്കര ലക്ഷറി ലൈഫായിരിക്കും, പക്ഷേ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ട്. അപ്പം അതിനെങ്ങനെയാണ് ചേട്ടൻ എങ്ങനെ ഓവർകം ചെയ്യുന്നത്, അല്ലെങ്കിൽ പുഷ് ചെയ്യുന്നത് എങ്ങനെയാ? ഇനി മുന്നോട്ടേക്ക് പോണം എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു സംഭവം എവിടെ നിന്നാണ് വരുന്നത്? അത് എൻ്റെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, എനിക്ക് മുന്നേ 2 സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഈ രണ്ടറ്റം കൂട്ടിമുട്ടാൻ പാടുപെടുന്ന ഒരു ഫാമിലിയുടെ സംബന്ധിച്ച് എല്ലാ ആശ്രയം മോനായിരിക്കും. അതെ, ഇവൻ പഠിച്ച് എവിടെയെങ്കിലും ജോലി ചെയ്ത് അതെ, എന്തെങ്കിലും അതെ, കാശുണ്ടാക്കുക. അതെ. അപ്പോൾ എൻ്റെ മനസ്സിൽ പക്ഷേ അങ്ങനെയല്ല. കാരണം ഈ സ്ട്രഗ്ലിംഗ് പീരീഡും മറ്റേതൊക്കെ വരുന്ന സമയത്ത് ഈ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയിൽ ബേസിൽ പറഞ്ഞ ഡയലോഗുണ്ട്, എടാ കാരണവരൊരു തേങ്ങാക്കൊലയും നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പട്ടിയെ പോലെ പണിയെടുത്തേ പറ്റത്തുള്ളൂ. അതാണ് എൻ്റെ അവസ്ഥ. ഈ പറയുന്ന പോലെ ഞാൻ സിനിമയിലേക്ക് വന്ന സമയത്ത് എനിക്കിനി വേറെ ജോലിക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ ആവാം, പക്ഷെ എനിക്കൊരു വലിയൊരു ഭാഗ്യം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ചില കാര്യങ്ങൾ ഞാൻ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുക്കുമ്പോൾ, കാരണം ഇത് സിനിമയുമായിട്ട് മുന്നോട്ട് പോകണം എന്നൊരു തീരുമാനം ഞാൻ എടുക്കുമ്പോൾ അതിൽ നിന്ന് പ്ലസ്സും അതിലുണ്ടാകുന്ന ചില മൈനസുകൾ അല്ലെങ്കിൽ എതിർപ്പുകളോ അല്ലെങ്കിൽ എല്ലാ സിറ്റുവേഷൻ മീൻസ് എല്ലാ സിറ്റുവേഷനും പോസിറ്റീവ് ആവണമെന്നില്ലല്ലോ. നെഗറ്റീവ് എന്നൊരു വാക്ക് ഞാൻ പറയുന്നില്ല. ഓക്കെ. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷൻ വരും. ഈ 2 സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഒരു തീരുമാനം എടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, അതിലോട്ട് പോവുക. അതെ, അതെ, അതെ. അപ്പം ചിലപ്പോൾ നമുക്ക് അപ്സ് വരാം, ഡൗൺസ് വരാം. ഇതൊക്കെ ഒരു തീരുമാനത്തിൻ്റെ അനന്തര ഫലങ്ങളാണ്. അതെ, അതെ, അതെ. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം സ്വീകരിക്കുക എന്നുള്ളതാണ്. ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. ഓക്കെ. അപ്പം പക്ഷേ ഒരുപക്ഷെ ഫാമിലിക്ക് കുറച്ച് നാളൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക. എൻ്റെ പപ്പയ്ക്ക് ചെറുതാണെങ്കിലും KSRTC പുള്ളി ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് അവർക്ക് എൻ്റെ ആവശ്യത്തിന് കാശ് തരാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ബാക്കി ചേച്ചിമാരുടെ കാര്യം അതൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. നിന്റെ ബാക്കി വട്ടച്ചെലവുകൾ, അതായത് ജീവിത ചെലവുകൾ, 3 നേരം ആഹാരം, അതൊക്കെ വേണമെങ്കിൽ നടന്നു. ആ, പക്ഷെ പെട്ടെന്നൊരു വലിയ എക്സ്പെൻസ് പറഞ്ഞാൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതെ. അപ്പം ഞാനത് മീറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. കാരണം ഓക്കെ അങ്ങനെ എനിക്കുണ്ടായാൽ അതിന് ഞാൻ തന്നെ കണ്ടെത്തണം, എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ചില സമയത്ത് അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ, അത് സിനിമയിൽ നിന്ന് ആക്ടിങ് മാത്രമല്ല,
ഞാൻ CCL ക്രിക്കറ്റ് കളിക്കാൻ പോയി, ഞാൻ സ്റ്റേജ് ഷോകൾ ചെയ്യുന്നുണ്ട്, സിനിമയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും ചാനൽ ഷോ വന്നാൽ ഞാൻ അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ സിനിമ എന്നെ ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടി പോയിട്ടില്ല. സിനിമ ഇല്ലാത്ത കുറച്ച് നാളുകളുണ്ടായിരുന്നു, പക്ഷേ എന്നെ ഒരു ബുദ്ധിമുട്ടിൽ കൊണ്ടെത്തിച്ചിട്ടില്ല. കാര്യങ്ങൾ ഒഴുകി അങ്ങ് പോകുന്നുണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ സിനിമയില്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഒരുപാട് എന്തെങ്കിലും വെച്ച് 3 നേരം ആഹാരം കഴിക്കാനും വൈകുന്നേരം ജിമ്മിൽ പോകാനുള്ള പൈസ എനിക്ക് സിനിമ അതെ, തരുന്നുണ്ടായിരുന്നു. ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടതായിട്ട് ഓർക്കും. അതെ അതെ അത് ജിമ്മും ഫുഡും ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതെ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതുവരെ എന്നെ സംബന്ധിച്ച് അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓ മുന്നോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പം ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയും, എടാ മറ്റേ കാരണം എൻ്റെ ഫ്രണ്ട്സിൽ ഒരു 15 പേരിൽ എല്ലാവരും ഓൾറെഡി മാരീഡാണ്. ആ, ഈ പറയുന്ന കുഞ്ഞുങ്ങളുമായി. അതെ. അപ്പോൾ പല കാര്യങ്ങളും പറയും, പല വിഷമങ്ങളും അവർ പറയും, ഈ സാഹചര്യ ബുദ്ധിമുട്ടുകൾ പറയും. അപ്പം ഞാൻ പറയാം, എന്നെ സംബന്ധിച്ച് ഒരു സിനിമ ഉണ്ടാവണം, അതെ. എന്നിട്ട് വൈകുന്നേരം ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് ചിക്കനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കഴിച്ചാൽ എൻ്റെ അന്നത്തെ ദിവസം അടിപൊളിയായി. ആ, എന്നെ ഞാൻ എന്തോ വലിയ നേട്ടം സമ്പാദിച്ച പോലെയാണ്. ആ, അപ്പോൾ അതിൽ ഞാൻ ഇതുവരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അറിയില്ല. ഇപ്പം നമ്മളെല്ലാരും പലപ്പോഴായിട്ട് പലരും ചേട്ടനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്ത അല്ലെങ്കിൽ മാരേജ് ആണ്. ഇപ്പൊ കുറച്ച് മുന്നേ ഒരു സാക്രിഫൈസ് എന്നുള്ള ഒരു വേർഡ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ഈ ഒരു തീരുമാനം എടുത്തതിന്റെ കൂട്ടത്തിൽ ആ ഒരു തീരുമാനം എടുത്തതാണോ ഭയങ്കര സ്ട്രോങ് ആയിട്ട്? ആവാം. കാരണം നമ്മളീ പറയുന്ന പോലെ മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പല കാര്യങ്ങളും നമ്മൾ തന്നെ ഇന്നിപ്പോൾ രണ്ടുപേരും തുല്യരായിട്ട് ഈ പറയുന്ന ഒരു ജീവിതം കുടുംബമൊക്കെ നോക്കുന്നുണ്ട്. അതെ. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഒരു ആവശ്യം വരും. ഇപ്പം എൻ്റെ അമ്മയുടെ അടുത്ത് ചേച്ചിയുടെ അടുത്തൊക്കെ പോയി പൈസ ചോദിക്കാം. പക്ഷേ എനിക്കൊരു ആവശ്യം വരുമ്പോൾ എൻ്റെ വൈഫിനോട് ചിലപ്പോൾ ചോദിക്കുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ Okay. ഞാൻ മനസ്സിലാക്കുന്ന ഒരാൾ വരട്ടെ. അഥവാ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ അവർക്കതൊരു വിഷമം. Okay. ആദ്യത്തെ ഇപ്പോൾ 1-2 ദിവസം നമുക്ക് വർക്കില്ലെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ല. എന്നെ തന്നെ TV കണ്ടോണ്ടിരുന്ന അല്ലെങ്കിൽ എന്നെ തന്നെ റൂമിൽ കണ്ടോണ്ടിരുന്ന എനിക്ക് പ്രശ്നമില്ല. പക്ഷേ വർക്കില്ലാതെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വീട്ടിൽ തന്നെ ഒരുപാട് അങ്ങനെ കറങ്ങി നടക്കുക എന്നുള്ളൊരു സ്വഭാവം എനിക്കില്ല. ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് സിനിമകൾ കാണുക, അല്ലെങ്കിൽ വേറെ ബുക്ക് എന്തെങ്കിലും ആയിട്ട് അതുമായിട്ട് ആക്ടിവിറ്റി ആയിട്ട് മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ ഡാൻസ് ഓടിക്കാൻ പോകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. Okay. ഇത് ഡാൻസും കളിച്ച് പാട്ടും പാടി സിനിമയും കണ്ട് നടക്കുകയാണല്ലോ എന്ന് തോന്നി സിനിമ ഇല്ലാത്ത സമയങ്ങളാണ്. അതെ, അതെ, അതെ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ നമ്മളൊന്ന് സെറ്റിൽ ആവട്ടെ, ഉം. പല കാര്യങ്ങൾ ഇപ്പം ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് സെറ്റിൽ ആവട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ നിന്നു. ഉം. അപ്പോൾ അത് കുറച്ചു കാലം നടന്നില്ല. Okay. ഇപ്പം ഞാൻ ഈ ഒരു ലൈഫിൽ ഞാൻ ഓക്കെയാണ്. Okay. ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ ഈ ഒരു രീതിയിൽ വന്നു ചേരുകയാണെങ്കിൽ നടക്കട്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഇനി പ്രയത്നിക്കുന്നില്ല. ഇനി സിനിമയ്ക്ക് വേണ്ടി മാത്രമേ പ്രയത്നിക്കത്തുള്ളൂ. ജീവിത കല്യാണം കാര്യങ്ങളൊക്കെ വന്നു ചേരണമെങ്കിൽ വന്നു എപ്പോഴെങ്കിലും ഫാമിലിയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അമ്മ അച്ഛനൊക്കെ ഇങ്ങനെ പറഞ്ഞു? ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഫോൺ വിളിച്ചപ്പോൾ ഇതിനെ കുറിച്ച് അപ്പൊ ഡെയിലി വീട്ടില് സംസാരമുണ്ട്, നാട്ടില് മാത്രല്ല വീട്ടിലുണ്ട്. എല്ലാവർക്കും ഒന്ന് കെട്ടി കാണുന്നല്ലേ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഇവർക്ക് എന്താ ഞാൻ കെട്ടി കണ്ടിട്ട്? അത് ചിലപ്പം തോന്നും, ചിലപ്പോൾ വിചാരിക്കും സ്നേഹം കൊണ്ടായിരിക്കും അവനും കല്യാണം കഴിച്ച് നല്ല ഭാര്യയും അവനും മലേഷ്യയിലൊക്കെ ഇടയ്ക്ക് പോട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ. നീ അനുഭവിക്കട്ടെ. ഈ കല്യാണം കഴിഞ്ഞവരല്ലേ ഇത് പറയുന്നുണ്ട്, നീ വിഷമം മാത്രം സന്തോഷം മാത്രം പോരല്ലോടാ എന്ന് കല്യാണം കഴിഞ്ഞ. എന്നാൽ കല്യാണമൊക്കെ കുറവില്ല. ഇവിടെ ഏറ്റവും വലിയ ബിസിനസ് കല്യാണം മറ്റേ ഇവന്റ് മാനേജ്മെന്റ് കല്യാണമാണ്. അപ്പോൾ അറിയില്ല, നടക്കട്ടെ. ചിലപ്പോൾ സന്തോഷമായാലും സങ്കടമായാലും നമുക്ക് വന്നാൽ പിന്നെ അതുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളതേ ഉള്ളൂ. ഈ വീട്ടിലെ ഈ അമ്മയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എപ്പോഴെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ട്? ഈ അമ്മയ്ക്ക് എപ്പോഴും ഇത് മാത്രമാണോ പറയാൻ? ഞാൻ എറണാകുളത്തൊന്നും താമസിക്കും, അവർ ട്രിവാൻഡ്രത്താണ്. അവർ കുറച്ച് പറയുമ്പോഴത്തേനും ദേഷ്യം തോന്നാറില്ല. എനിക്ക് ചെറുകാര് ദേഷ്യം വരുമ്പോൾ ഞാൻ മാറി എറണാകുളത്ത് വന്ന് കുറച്ചാൾ താമസിച്ചിട്ട് തിരിച്ചു. അപ്പൊ അവർ ആ കാര്യം തീരുമ്പോൾ പിന്നെ തിരിച്ചു വരും. അധികം അങ്ങനെ ദേഷ്യം അങ്ങനെ പ്രകടമാക്കാത്ത ഒരു ക്യാരക്ടറാണോ? ഒത്തിരി ലൗഡായിട്ട് സംസാരിക്കും. കാരണം ഞാൻ ബിഗ് ബോസിലും കണ്ടിട്ടുണ്ട്, ദേഷ്യം വരും പക്ഷെ അത് പെട്ടെന്ന് തന്നെ ഇമോഷണൽ ആയിരിക്കും പെട്ടെന്ന് ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് എനിക്ക് തോന്നിയേക്കുന്നത്. അങ്ങനത്തെ ഒരു പേഴ്സൺ ആണോ ചേട്ടൻ? അല്ല, ദേഷ്യം വരാത്ത ഒരാളൊന്നുമല്ല. ഞാൻ ദേഷ്യം വരെയൊക്കെ ചെയ്യും. പക്ഷേ ഈ പറയുന്ന പോലെ എപ്പോഴും നമ്മൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഒരാൾ ഇപ്പം എന്നെ നോക്കി ചിരിച്ചു, ഞാൻ തിരിച്ചൊരു ചിരി തന്ന അതാണ് എൻ്റെ ഒരു വലിയ സന്തോഷം. ഞാനിപ്പോൾ ഒരാൾ ഇപ്പം നോക്കി ചിരിച്ചിട്ട് അയാളെ അടുത്ത് ചിരിച്ചില്ലെങ്കിൽ എനിക്ക് വലിയ വിഷമമാണ്. അപ്പം നമുക്കൊരാൾ ചിരിച്ചിട്ട് അയാൾ ചിരിച്ചില്ലെങ്കിൽ വിഷമമായി, അപ്പോൾ അയാൾ ദേഷ്യപ്പെട്ട് അയാൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും എന്നുള്ളതാണ് നല്ലത്. അപ്പോൾ അനാവശ്യ സ്ഥലങ്ങളിൽ ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷെ ദേഷ്യം ചിലപ്പോൾ ഞാൻ ബാത്റൂമിൽ പോയി ബക്കറ്റൊക്കെ ചോട്ടി പൊട്ടിക്കായിരിക്കും, അതൊക്കെ വേറെ രണ്ടാമത്തെ കാര്യം. പൊതുവേ ഞാൻ ഒരാൾക്ക് ചിരി കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ചിന്തിക്കും, അയാൾ എനിക്ക് തിരിച്ച് ചിരി തന്നില്ലെങ്കിൽ എനിക്ക് വിഷമവും. അപ്പോൾ എന്നെ നോക്കി ചിരിക്കുന്നവരോട് മാത്രമേ ഞാൻ കൂടുതൽ ഇതാക്കാറുള്ളൂ, കൂടുതൽ ഈ സംസാരിക്കാറോ അല്ലെങ്കിൽ ഒരു ചിരി കൊടുക്കാറുള്ളൂ.
അല്ലാത്തവർ വന്ന് ദേഷ്യപ്പെട്ടാൽ പോലും ഞാൻ അങ്ങ് വിട്ടേക്കും. അത് കുഴപ്പമില്ല. പക്ഷേ തിരിച്ച് പറയേണ്ട സാഹചര്യം ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇതായിരുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ വലിയ മറ്റേ ആ സ്റ്റൈലൊന്നും അല്ല, ഭയങ്കര റൗഡി അതൊന്നുമല്ല. അതിന് വേറെ തലം ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ അത് കഴിഞ്ഞ് ജീവിതം കുറച്ച് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴത്തേന്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ സിനിമയിൽ വന്നു കഴിഞ്ഞ് സിനിമയിലുള്ള കുറേ ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ട് അവർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇങ്ങനെ ദേഷ്യപ്പെട്ടൊന്നും കാര്യമില്ല. അതിൽ ഒരു സംഭവം ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്, ഞങ്ങൾ ചോട്ടാ മുംബൈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാൽ സാറ് അപ്പം കൊച്ചിയിൽ വെച്ച് ഷൂട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു പുള്ളിയെ ലാൽ സാറിനെ കാണാൻ ഒരു ഫാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി വലിയ കൈയൊക്കെ കെട്ടി അവിടെ ലാലേട്ടൻ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നു. അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ പുള്ളി തട്ടത്തിൽ മറ്റേ ഇഡലി വന്നിടം തന്നെ പുള്ളിയുടെ അസിസ്റ്റൻ്റ് കൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. അപ്പോൾ പുള്ളി ഇഡലി ആണല്ലോ എന്ന് പറഞ്ഞ് പുള്ളി അത് വിശന്നിരിക്കുകയാണ്. ഇന്നലെ പുള്ളി നൈറ്റ് എന്താ കഴിച്ചില്ല, ഭയങ്കര ആസ്വദിച്ച് പുള്ളി എല്ലാ ആഹാരമൊക്കെ ഭയങ്കര ആസ്വദിച്ചിങ്ങനെ ഇഡലി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഫാൻ എന്ന് പറഞ്ഞ ആൾ അതുവരെ പുള്ളി ഒരു വളരെ കൂളായിട്ട് പെട്ടെന്ന് ലാലേട്ടൻ ഓടി വന്നു ലാലേട്ടൻ്റെ കയ്യിൽ അങ്ങ് കയറി പിടിച്ച്, ഇഡലി ഒരു സൈഡിൽ പ്ലേറ്റ് ഒരു സൈഡിൽ, അങ്ങനെ എല്ലാം തെറിച്ചുപോയി. നമ്മൾ പ്രതീക്ഷയില്ല ഈ പുള്ളി ഇങ്ങനെ കയറി പെരുമാറുമെന്ന്. എല്ലാവരും അങ്ങ് ഭയങ്കര ദേഷ്യമോ വയലൻ്റ് ആവുന്ന ഒരു അവസ്ഥയെത്തിയപ്പം ലാലേട്ടൻ പെട്ടെന്ന് അതിനെ തടഞ്ഞേ, നിങ്ങൾ ചൂടാവരുത്. എന്നിട്ട് പുള്ളി തിരിച്ച് എന്താ ചേട്ടാ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നേല്ലേ, അത് പോയില്ലേ, ആഹാരം പോയില്ലേ, ഇത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കില്ലേ. അപ്പോൾ ഇത്രയും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഇത്ര കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, അത് ഇത്ര വലിയൊരു സ്റ്റാറിന്. അപ്പം നമ്മളെപ്പോലുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും കണ്ടുപിടിക്കുക. അദ്ദേഹത്തെ ഈ അഭിനയം എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് മമ്മൂക്കയുടെ സൈഡിൽ ഒന്നും കണ്ടിട്ടുണ്ട്. ഞാൻ കൂടുതൽ ലാൽ സാറുമായിട്ടാണ് ഇപ്പോൾ CCL ആയാലും സിനിമകളായാലും കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ളവർ, ഇത്രയും വലിയ തിരക്കിൽ നിൽക്കുന്നവർ, ഇത്രയും വലിയ കാര്യങ്ങളിൽ നിൽക്കുന്നവർ ഈ കാര്യങ്ങൾ, ഇത്രയും വലിയ കാര്യങ്ങൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ അഭിനയം അവരിൽ നിന്ന് കണ്ടുപിടിച്ചതുപോലെ ചില ഈ സ്വഭാവങ്ങളും പഠിച്ചു എന്നേ ഉള്ളൂ. അതിനുശേഷമാണ് എനിക്ക് ഇത്ര ഈ പറയുന്ന പോലെ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത്, വഴക്കില്ലായ്മ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. കട്ട ലാലേട്ടൻ ഫാനായി അല്ല, ഞാൻ ഓൾറെഡി സിനിമയിൽ വരുന്നതിന് മുമ്പ് ലാൽ സാർ ഫാൻ തന്നെ. ഞാൻ MG കോളേജിൽ പഠിക്കാൻ പോയത് തന്നെ, ഞാൻ ഡിഗ്രി +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് കൊമേഴ്സ് എടുത്താലേ നമുക്ക് ഈ പറയുന്ന പോലെ ഏതെങ്കിലും വേറെ ഇതിൽ തിരിഞ്ഞു പോകാൻ പറ്റുന്നുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഒരു BCom എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ്, കോമേഴ്സ് പഠിച്ചിട്ട്. പക്ഷേ MG കോളേജിൽ BCom കിട്ടാൻ പാടാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്തെ സംബന്ധിച്ച് ഒരുപാട് ബെസ്റ്റ് കോളേജുകളുണ്ട്, പക്ഷേ ഏറ്റവും ബെസ്റ്റ് BCom ഡിപ്പാർട്ട്മെൻറ്റ് MG കോളേജിലാണ്. അപ്പോൾ അവിടെ കിട്ടാൻ പാടാണ്. ഞാൻ അതുകൊണ്ട് ഇരുന്ന് പഠിച്ച് കയറണമെങ്കിൽ ലാൽ സാറിന്റെ കോളേജിൽ പഠിച്ചിട്ട് നമ്മുടെ ജോലി വേറെ നോക്കി പോവാന്ന്. അതുകൊണ്ട് MG കോളേജിൽ തന്നെ കയറി. ഇനി ഇതിൽ ഏറ്റവും വലിയ രസം, MG കോളേജിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ആ കോളേജിൽ പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കയറി 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ക്യാമ്പസ് സിനിമ എടുത്തു. അത് കണ്ടിട്ട് കായംകുളം കൊച്ചുണ്ണി വിളിച്ചു. അതിനുശേഷം സിനിമ വന്ന് ആ തിരക്കായി പോയി. കോളേജ് ലൈഫ് അങ്ങനെ പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നല്ല തിരക്കിലൂടെയാണല്ലോ പോയതല്ലേ. അപ്പൊ വിചാരിച്ചു ഈ കോളേജിന് ഇത്ര ഐശ്വര്യം. ഈ കോളേജിൽ ഇനി നമുക്കത് ആ ഐശ്വര്യം കെടുത്താനും പറ്റൂല. അത് ഇങ്ങനെ ആ ടെമ്പോ കീപ്പ് ചെയ്യാൻ വേണം. ഇനി അവങ്കാരണ ഐശ്വര്യം പോയത്. എനിക്ക് എപ്പോഴും ലാലേട്ടന്റെ ഇത് പറഞ്ഞപ്പോൾ എപ്പോഴും എനിക്ക് ബിഗ് ബോസിൽ ലാലേട്ടൻ വഴക്ക് പറയുമ്പോഴുള്ള മണിച്ചേട്ടന്റെ ആ ഒരു സങ്കടം ഒരു എപ്പിസോഡില്, അത് കഴിഞ്ഞിട്ടും എനിക്ക് തോന്നുന്നു ഇന്നേ വരെ ഒരു സീസണിൽ ലാലേട്ടൻ അത് മനസ്സിലാക്കിയിട്ട് പോട്ടെ ഞാനല്ലേ പറഞ്ഞേന്ന് എന്തൊക്കെയോ നിങ്ങളായിട്ടുള്ള ഒരു ബോണ്ടിങ് അതിൽ ഭയങ്കര എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റിയിരുന്നു. കാരണം ചേട്ടൻ സങ്കടപ്പെട്ടിരുന്നപ്പോഴും ലാലേട്ടൻ അത് തിരിച്ചു വന്ന് പറയാൻ കുഴപ്പമില്ല, ഞാൻ അത് അങ്ങനെ ചുമ്മാ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ആ ഒരു ബോണ്ടിങ് ഇതുവരെ ഒരു സീസണിലും കാണാൻ സാധിച്ചിട്ടില്ല. കാരണം ചേട്ടനെ വഴക്ക് പറയുമ്പോൾ തിരിച്ച് ലാലേട്ടൻ അത് പോട്ടെ എന്ന് പറയുന്നതായാലും. എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസ് ജേണി? എങ്ങനെയുണ്ടായിരുന്നു? ഇല്ല, ഇപ്പോൾ ലാൽ സാറായാലും മമ്മൂട്ടി സാറായാലും നമ്മൾ അച്ഛനും അമ്മയും കാണുന്ന അതേ രീതിയിൽ അവരെ മനസ്സിലാക്കുന്ന സമയത്ത് അന്ന് TV ആയിരുന്നല്ലോ, അതേ അവരെ മനസ്സിലാക്കി തുടങ്ങുന്ന അതേ പ്രായത്തിൽ കണ്ടു തുടങ്ങിയ ആൾക്കാരാണ്. അപ്പം നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ ശാസിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം സ്നേഹം അവരോടത്ത് കൂടുമോ അതുപോലെ തന്നെയാണ് ഈ 2 പേരെടുത്ത് നമുക്ക് കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഇപ്പം ഞാൻ എന്നെ ആദ്യത്തെ 2 സീസണിലും വിളിച്ചിരുന്നു. അപ്പം എനിക്ക് പറ്റിയ പ്ലാറ്റ്ഫോം അല്ല, ഞാൻ പോയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുപാട് പേര് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതൊരു വലിയ പ്ലാറ്റ്ഫോമാണ്. അതിനുവേണ്ടി ശ്രമിക്കുന്നവർ അവിടെ പോകുന്നവരെ ഞാൻ വളരെയധികം സ്നേഹത്തോടെ ഒരു എന്താ പറയണ്ട ഒരു അതിശയത്തോടെ നോക്കി കാണുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ 2 സീസണിൽ പോയില്ല. 3-ാമത്തെ സീസൺ ആയപ്പോൾ കോവിഡ് ടൈം ആയപ്പം ചിലവുകളുണ്ട്, വരവുകളേ ഇല്ല, ചിലവ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഷോയ്ക്ക് വിളിക്കുന്നത്. എന്നാൽ പോയി 2 ആഴ്ച 3 ആഴ്ചയൊക്കെ നിന്ന് എല്ലാ ശമ്പളം പിന്നെ അറിയില്ലല്ലോ കോവിഡിന് ശേഷം ഇനി എന്താണ് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ഇങ്ങനെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കട്ടെ, ഉള്ള പൈസ കൊണ്ട് ജീവിക്കാം, ചീത്ത പേര് വന്നാൽ ചീത്ത പേര്, നല്ല പേര്, എന്ത് സ്വീകരിക്കാൻ തയ്യാറായി പോയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ 2 സംഭവം സംഭവിക്കാം. അത് സ്വീകരിക്കാൻ മനസ്സ് വേണം.
അങ്ങനെ പോയതാണ്. പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു, അവരിഷ്ടപ്പെട്ടു. അതിലേറ്റവും വലിയ സംഭവം കോവിഡ് പോലുള്ള സിറ്റുവേഷൻ ഇരിക്കുന്ന സമയത്ത് എല്ലാ ശനിയാഴ്ചയും ലാലേട്ടനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. അതിനകത്ത് വെച്ചാണ് ദൃശ്യം സിനിമ ആ ഒരു സ്പേസിനകത്ത് വെച്ചാൽ കാണുന്നത്. ഈ ഫോണും മറ്റൊന്നും ഇല്ലാത്തൊരു ലോകത്തിരിക്കുക, അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇതൊക്കെ വിശ്വസിച്ചാണ് അവിടെ ചെന്നത്. പക്ഷേ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു വീട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ ഒരു അനുഗ്രഹം തന്നു. അവിടെ ചെന്നപ്പോൾ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു. സിനിമയുടെയും പ്രേക്ഷകരുടെയും സ്നേഹം കൊണ്ട് എനിക്കൊരു വീട് കിട്ടി. ഞാൻ ആ കാര്യം മാത്രം എനിക്ക് ചുറ്റും ഇങ്ങനെ വെച്ചേക്കുക. അപ്പോൾ നേരത്തെ എന്നെ പറഞ്ഞതുപോലെ അന്ന് ആ സമയത്ത് കോവിഡ് ടൈമിൽ ആ ഒരു വീട്ടിനകത്ത് അങ്ങനെ സിറ്റുവേഷൻ എല്ലാം സംഭവിച്ചത്, ലാൽ സാറിനെ കാണാൻ സാധിച്ചത്, കുറച്ച് ബോണ്ടിങ് കൂടുതലാവാൻ സാധിച്ചതൊക്കെ കോവിഡ് പോലൊരു സമയത്ത് സാധിച്ചതിലാണ് എനിക്ക് കൂടുതൽ ഒരു എന്താ പറയണ്ടേ, ഒരു അനുഗ്രഹം എന്നോ അല്ലെങ്കിൽ നന്ദിയോടുകൂടി ഞാൻ നോക്കിക്കാണുന്നത്. കാരണം എല്ലാവരുടെ ലൈഫും ഒരു ആ സമയത്ത് പ്രശ്നത്തിലായിരുന്നു. പിന്നെ ഞാൻ പറയില്ല, ഞാനൊരു ആക്ടിങ് സ്റ്റുഡൻ്റ് ആയിട്ടാണ് എന്നെ കാണുന്നത്. ഒരു കലാകാരൻ എന്ന രീതിയിൽ അതുപോലുള്ളൊരു പാൻഡമിക് സിറ്റുവേഷനിൽ പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിക്കാൻ എനിക്ക് ആ ഷോയിലൂടെ സാധിച്ചു. പ്രേക്ഷകരെ കാരണം എൻ്റർടൈനർ ഓഫ് ദ ഷോ ഞാനായിരുന്നു. വിന്നറെ പോലെ തന്നെ എനിക്ക് ആ ഒരു അവാർഡിന് അംഗീകാരത്തെ ഞാൻ നോക്കിക്കാണുന്നു. അപ്പോൾ എൻ്റർടൈൻ ചെയ്യാൻ സാധിച്ചെങ്കിൽ അത് എനിക്ക് തന്നൊരു കഴിവുണ്ടല്ലോ, ചെറിയൊരു കഴിവ് എന്തോ ഈശ്വരൻ തന്നിട്ടുണ്ടെങ്കിൽ ആ കഴിവിനോട് ശ്രദ്ധയോടുകൂടിയുള്ളൊരു നന്ദി പറച്ചിലും ആ കഴിവിന് ഇത്രയും കാലം പ്രോത്സാഹിപ്പിച്ച് നിർത്തിയ പ്രേക്ഷകരോടുള്ള നന്ദി പറച്ചിലുമായിട്ട് കാണാൻ അതുകൊണ്ടാണ് ആ ഒരു ബോണ്ടിങ്, ആ ഒരു ബഹുമാനം എപ്പോഴും കാണാൻ പറ്റുന്നത്. ലാൽ സാറിനോട് എപ്പോഴും ഉണ്ടാവും, ആ ഷോയോട് ആ ബഹുമാനം ഉള്ളത് അതുകൊണ്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെല്ലാം പേടിപ്പിച്ച് ഭയങ്കര ഒരു ഡിപ്രഷൻ വന്നു, ക്വിറ്റ് ചെയ്തു, അതെനിക്ക് തിരിച്ചു വന്നു. അതെല്ലാ പ്രേക്ഷകരും ഭയങ്കരമായിട്ട് ഡൗൺ ആക്കി. കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് നിന്ന അത് എന്തോ പറ്റി, പെട്ടെന്ന് മനസ്സ് അങ്ങ് വിട്ടുപോയതാണ്. ഒന്നുമില്ല, അത് അതിനകത്ത് സംഭവിച്ചു. 4 വർഷം മുമ്പേ സംഭവിച്ചു. ഞാൻ പറയില്ലേ, പാസ്റ്റ് ഈസ് എ ബക്കറ്റ് ഓഫ് ആഷസ്. അങ്ങനെ നിൽക്കട്ടെ, ഒരു മിസ്റ്ററി ആയിട്ട് നിൽക്കട്ടെ എന്നൊക്കെ അല്ലേ. ഇപ്പം ഈ ക്രിക്കറ്റ് അല്ലെങ്കിൽ സ്പോർട്സിനോടൊക്കെ ലൈക്ക് സ്കൂൾ കാലഘട്ടം തൊട്ടേ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. എങ്ങനെയാണ് സ്പോർട്സിനോട് നമ്മൾ മലയാളി അല്ല, ഇന്ത്യക്കാർക്ക് മൊത്തം ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ആരാധനയാണല്ലോ. ഞാനീ പറഞ്ഞ പോലെ ജനിച്ചു വളർന്നതൊരു നാട്ടിൻ പുറത്താണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ അവധി വരുമ്പോഴത്തേനും നമ്മുടെ ഏക എൻ്റർടൈൻമെൻറ്റ് ഈ ഗെയിംസ് ആണ്. നമ്മളവിടെ ഒരു പാടം ഉണ്ടായിരുന്നു. ഈ വേനൽക്കാലം ആകുമ്പോൾ പാടം നികത്തി കഴിഞ്ഞാൽ അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ ആ പാടത്തിൽ അവിടെ വെച്ചാണ് നടത്തുന്നത്. അപ്പോൾ അമ്പലത്തിൽ ഉത്സവം വരുന്ന സമയത്ത് അവിടെ പോയി സിനിമകൾ കാണുക. പിന്നെ അവിടുത്തെ നമ്മുടെ ക്രിക്കറ്റ്, ഫുട്ബോൾ, അതായത് രാവിലെ ക്രിക്കറ്റ് ആയിരിക്കും, വൈകുന്നേരം ഫുട്ബോൾ ആയിരിക്കും. അപ്പോൾ അവിടെ കളിപ്പിക്കാനൊന്നുമില്ല, അവിടെ കിടിലം ചേട്ടന്മാരുണ്ട്. പിന്നെ എങ്ങാനും ആള് തികയാതെ വരുമ്പോൾ പിടിച്ചേർത്താണ്. അപ്പോൾ ഇത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു. പക്ഷെ ഞാൻ ഈ സിനിമയിൽ ആദ്യം വരുന്നത് എൻ്റെ ഇൻട്രൊഡക്ഷൻ, മലയാള സിനിമയിൽ എൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ 3 6 അടിച്ച് ബോയ് ഫ്രണ്ട് സിനിമയിലൂടെ. പക്ഷേ ക്രിക്കറ്റിൽ ഈ പറഞ്ഞ പോലെ ഈ മറ്റേ പറമ്പിൽ കളി നടന്നിട്ടുണ്ട്, മടലുകൊട്ടി ബാറ്റൊക്കെ കളി. പക്ഷേ ഈ ഗാഡ്ജറ്റ്സ്, അതായത് പാഡ് ഇതൊക്കെ വെച്ചിട്ട് ഹെൽമെറ്റൊക്കെ വെച്ച് കളിക്കുന്നത് CCL തുടങ്ങിയപ്പോഴാണ്. അപ്പോഴാണ് ഞാൻ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാകുന്നത്. മറ്റേ ഇതൊന്നും ഇല്ലാതെ കളിക്കാൻ എളുപ്പമാണ്. പിന്നെ സ്റ്റിച്ച് ബോൾ, അതായത് ലെതർ ബോൾ കാണുന്നതും CCL വന്ന്, അതായത് നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കൈ പിടിച്ച് എറിയുക എന്നുള്ള സംഭവമൊക്കെ CCL വന്നതിന് ശേഷം. പിന്നെ നമ്മൾ കളിക്കുന്നതെല്ലാം ഇന്റർനാഷണൽ സ്റ്റേഡിയത്താണ് തന്നെ. ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ക്രിക്കറ്റേഴ്സ്, സച്ചിൻ ടെണ്ടുൽക്കർ സാർ ഉൾപ്പെടെ, ഇപ്പോൾ വിരാട് കോഹ്ലി അദ്ദേഹം ഉൾപ്പെടെ, നമ്മൾ ബ്രണ്ടൻ മെക്കൽ, ഇങ്ങനെ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ക്രിക്കറ്റേഴ്സ് ഉണ്ട്, ഷെയ്ൻ ബോണ്ട്, ഇവരൊക്കെ വന്ന് കളിച്ച സ്ഥലങ്ങളിലാണ് നമ്മൾ കളിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ അറിഞ്ഞൂടെങ്കിൽ അങ്ങ് നിന്നേ പറ്റത്തുള്ളൂ. ഇപ്പം ലാസ്റ്റ് ഇപ്പോൾ 2026 നമ്മൾ CCL കളിച്ച് ഇവിടെ ഒരു പൊട്ടലുണ്ട്, ഇവിടെ കറുത്തല്ലേ ഈ സൈഡിൽ, ഇവിടെ അത് ബോൾ വന്ന് അടിച്ചിട്ട് മുറിഞ്ഞതാണ്. പക്ഷേ ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ക്രിക്കറ്റർ ആണോ എന്ന് വെച്ചാൽ നമ്മളൊരു പ്രോപ്പർ ക്രിക്കറ്റർ ഒന്നും അല്ല, പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ് അല്ല. സിനിമയ്ക്കിടയിൽ സമയം കിട്ടിപ്പോയി കളിക്കുന്നതേ ഉള്ളൂ. പക്ഷേ പ്രേക്ഷകർ എൻ്റർടൈൻ ചെയ്യിക്കുമ്പോൾ നമ്മൾ അത് നോക്കാൻ പാടില്ല, മാക്സിമം ഇൻപുട്ട് ഇടുക എന്നുള്ളതാണ്, നമുക്ക് തരുന്ന ഉത്തരവാദിത്തം നന്നായി ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അഥവാ നമ്മൾ സ്പോർട്സ്മാൻ അല്ലെങ്കിലും നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നിന്നേ പറ്റത്തുള്ളൂ. കാരണം ആ ഗ്രൗണ്ട് അങ്ങനെയാണ്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, നമുക്ക് ഇത് അവിടെ ചുമ്മാ അങ്ങനെ ആരും ഇറക്കത്തൊന്നുമില്ല. ഇപ്പോൾ ഈ പറയുന്ന BCCIയുടെ കീഴിൽ വരുന്ന ഗ്രൗണ്ടിൽ അങ്ങനെ ചുമ്മാ നമുക്ക് നിൽക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കളിക്കാൻ സാധിക്കുമ്പോഴത്തേന് പിന്നെ ഒന്നും നോക്കരുത്, അങ്ങ് അറിഞ്ഞൂടെങ്കിലും മരിച്ചങ്ങ് നിന്നോണം, അത്രേ ഉള്ളൂ. അതല്ല, ഇപ്പൊ എന്തായാലും ടീം തിരിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ, അപ്പൊ നിങ്ങളുടെ ഇടയിൽ ഭയങ്കര ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റും കൂടെ. ടീം തിരിക്കുക എന്ന് പറയുന്നത് ഇപ്പം കേരള സ്ട്രൈക്കേഴ്സ് എന്ന് ഇപ്പം
IPL കേരളയ്ക്ക് ഒരു ടീം ഇപ്പോഴും ഇല്ല. അതെ. അപ്പോൾ കേരള സ്ട്രൈക്കേഴ്സ് നമ്മൾ തന്നെ പറയണത് നമ്മൾ കേരളത്തിൻ്റെ ടീമാണെന്ന് പറഞ്ഞ് കളിക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ സെമി ഫൈനൽ വരെ എത്തി. അതെ. ഇപ്പോൾ ഓരോ ഇൻഡസ്ട്രിയിൽ നിന്നാണ്, ബോളിവുഡിൽ നിന്ന്, തമിഴ്നാടിൽ നിന്ന്, അതുപോലെ തന്നെ കന്നഡ, തെലുങ്ക്, ഭോജ്പുരി, ഇങ്ങനെ പല ഇൻഡസ്ട്രിയിൽ നിന്നാണ് കളിക്കുന്നത്. അപ്പം നമ്മളെ ഇൻഡസ്ട്രിയിൽ മലയാളത്തെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഇപ്രാവശ്യം ഉണ്ണി മുകുന്ദനായിരുന്നു ക്യാപ്റ്റൻ. അതെ. അപ്പോൾ ഇപ്രാവശ്യം എനിക്കൊന്ന് കുറച്ചും കൂടെ മുന്നേയും ഗംഭീര ക്യാപ്റ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഓരോ മാച്ചിനും ഇപ്പോൾ ലാൽ സാർ ഉണ്ടായിരുന്ന സമയത്ത് ലാൽ സാർ മാത്രമായിരുന്നു ക്യാപ്റ്റൻ. പക്ഷേ പിന്നെ ആകുമ്പോൾ ചിലപ്പോൾ 3 മാച്ചാണെങ്കിൽ 3 മാച്ചിന് 3 ക്യാപ്റ്റന്മാരായിരിക്കും. ചില ഇപ്പോൾ ഷൂട്ടിംഗ്. പക്ഷേ ഇപ്രാവശ്യം ഉണ്ണി അത് ഏറ്റെടുത്തിട്ട് എല്ലാ ഗെയിമിലും ഉണ്ണി ഉണ്ടായിരുന്നു. അപ്പം ഒരൊറ്റ ക്യാപ്റ്റൻ്റെ കീഴിലായി വീണ്ടും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും കുറച്ചും കൂടെ നമ്മുടെ ഗെയിം മെച്ചപ്പെടും. അത് നമ്മൾ ഇനി മുന്നോട്ടുള്ള സീസണുകളിൽ ആ മെച്ചപ്പെട്ട കേരള സ്ട്രൈക്കേഴ്സിന്റെ ടീമിനെ കാണാൻ സാധിക്കും. നിങ്ങൾ ഇത് സീരിയസ് ആയിട്ട് തന്നെയാണ് പിന്നെ തലയൊക്കെ പൊട്ടിട്ട് ഇനി എന്താണ് സീരിയസ്? അവിടെ ആശുപത്രി ഇനി ഇതിൽ കൂടെ എന്ത് സീരിയസ് ആവാൻ? അതല്ല, ഈ ഫ്രീ ടൈമിൽ ഇനിയും പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഇനി കുറച്ചും കൂടി ഇതാക്കണം, അങ്ങനെയൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും മൈൻഡിലുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം അമേരിക്ക 2 ഷോ ചെയ്തു US-ൽ. പിന്നെ അതുപോലെ തന്നെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു സിനിമയുടെ, വേറെ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ നിന്നാണ് നമ്മൾ സമയം കണ്ടെത്തുന്നത്. പിന്നെ വെയിലത്ത് നിന്ന് കളിക്കുമ്പോഴത്തേന് ഈ കളറൊക്കെ അങ്ങ് മാറും. ഇതുവരെ ഉണ്ടാക്കിയിരുന്ന ബോഡി ബിൽഡിംഗ് ഇതൊക്കെ മാറും. നമ്മൾ ഫുള്ള് നമ്മൾ എന്താ ഈ 10 വർഷം അല്ലെങ്കിൽ 20 വർഷം നമ്മൾ ഇൻപുട്ട് കൊടുത്ത് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഇതിനൊക്കെ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം പോയിട്ട് വേറൊരാളായി വരും. പിന്നെ നമ്മൾ ഒന്നേന്ന് തുടങ്ങണം സിനിമയിൽ വരുമ്പോഴത്തേന്. അപ്പോൾ നമ്മൾ ഉള്ള സമയത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉള്ള സമയത്ത് മാക്സിമം എഫേർട്ട് ഇട്ട് പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അത്രയും ഡെഡിക്കേഷനിലൂടെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ തുടക്ക സമയത്ത് പെട്ടെന്ന് ഇതിനെ ഒരു ഫണ്ണി മൊമെന്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂലോ അവിടെ ഗ്രൗണ്ടിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൽ പെട്ടെന്ന് ഓർത്തെടുത്ത് പറയാൻ പറ്റിയ ഒരു മൊമെന്റ്? അതേ ഉള്ളൂ, എനിക്ക് തോന്നി അതേ ഉള്ളൂ. ഓർത്തെടുത്ത് പെട്ടെന്ന് ഇപ്പം പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എന്നെ പറ്റി തന്നെ കളിയാക്കി പറയും കേട്ടോ. കാരണം ഞാൻ ആദ്യത്തെ സീസണിലൊക്കെ എനിക്കാണ് ക്യാച്ച് എടുത്തതിന് ഒരുപാട്, അന്ന് കാർബൺ മൊബൈൽസിൻ്റെ ഇതായിരുന്നു. അപ്പോൾ ക്യാച്ച് എടുത്തതിന് മൊബൈൽസ് 5ഓളം മൊബൈൽസ് എനിക്ക് കിട്ടി. അപ്പോൾ ഒരിക്കൽ എന്നിട്ട് ഈ ക്യാച്ചൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവർ അതുവരെ മാൻ ഓഫ് ദി മാച്ച് സംസാരിച്ചാൽ മതി. 5 ക്യാച്ചൊക്കെ കിട്ടിയ സമയത്ത് അത് നല്ല ക്യാച്ചുകളായിരുന്നു. അപ്പോൾ ഒരു മൈക്കിൽ ഇംഗ്ലീഷിൽ എൻ്റെ അടുത്ത് എന്തോ ചോദിച്ചു. എനിക്ക് തിരിച്ച് ആൻസർ ഒന്നും പറയാൻ പറ്റിയില്ല. പിന്നെ അടുത്ത മാച്ചോട്ട് ഞാൻ ക്യാച്ച് എടുക്കാതെ, കാരണം ഇംഗ്ലീഷിലെങ്ങാനും സംസാരിക്കും. ട്രോളായി മാറി. പിന്നെ അങ്ങനെയുള്ള നമ്മളെ പറ്റി തന്നെ പറയാം. മറ്റൊരാരെങ്കിലും പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് വിഷമായാലോ, അതുകൊണ്ട് അവരെ കുറിച്ച് പറയില്ല, ഞാൻ എന്നെ കുറിച്ചുള്ള ഇൻസിഡന്റ് പറയാം. പിന്നെ രജിത്ത് ഇടയ്ക്ക് ചിലർ നമ്മൾ ഇത് പല പാഡുകളും ഉണ്ട്. അപ്പം നമ്മൾ AP അങ്ങനെയുള്ള പാഡുകൾ പലതും ഉണ്ട്. ഇപ്പം അത് മസ്റ്റായിട്ട് വെച്ചേ പറ്റുള്ളൂ. രജിത്ത് ഒരിക്കൽ ബാറ്റിംഗ് പറഞ്ഞപ്പോൾ AP വെക്കാൻ മറന്നുപോയി. ഈ ആബ്സെന്റ് ഇതെന്ന് കറക്റ്റ് ബോൾ വന്ന് അടിക്കുകയും ചെയ്തു. അപ്പൊ അത് രസകരമായിട്ടല്ല, അങ്ങനെയുള്ള നമുക്ക് ആ സമയത്ത് രസമായിരുന്നെങ്കിൽ അവൻ സ്വർഗം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഇൻസിഡൻസ്. അതുപോലെ മുന്നച്ചേട്ടനാണെങ്കിൽ ഈ പറയുന്ന പോലെ പുള്ളി നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ മുന്നച്ചേട്ടന് അങ്ങനെ കളിക്കിറങ്ങാൻ പറ്റില്ല, 11 വരെല്ലാം കളിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരുന്നിരുന്ന് പുള്ളിയെ ഒരു മാച്ചിൽ ഇറക്കി. 3ാമത്തെ സീസണിൽ, പുള്ളി ആദ്യത്തെ സീസൺ തൊട്ടുള്ള ആളാണ്. 3ാമത്തെ 4ാമത്തെ സീസണിൽ ഒരു മാച്ചിൽ ഇറക്കിയിട്ട് പുള്ളി ബോൾ പിടിക്കണല്ലോ ഫീൽഡിങ് വരുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ചെയ്തു, എന്നാ മുന്നേ ബോൾ പിടി. അങ്ങനെ ഇരുന്നപ്പോഴത്തേനും അത് ഭയങ്കര സ്പീഡിലാണ് ബോൾ വരുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴത്തേനും ജസ്റ്റ് ഒരു നോക്ക് ചെയ്ത് ബാറ്റ്സ്മാൻ. അപ്പോൾ പുള്ളിയുടെ അടുത്ത് പോയി വീണു. അപ്പോൾ പുള്ളിക്ക് എഫേർട്ട് ഉണ്ടെന്ന് കാണിക്കണമല്ലോ. ബോളിങ്ങനെ ഉരുണ്ട് പുള്ളിയുടെ അടുത്ത് പോയി നിന്നു. എന്നിട്ട് പുള്ളി എഫേർട്ട് കാണിക്കാണ്ട് ഓടിച്ചെന്ന് ഈ ബോളിൽ വീണ് മറിഞ്ഞൊക്കെ എടുത്തിട്ട് ഒറ്റ എറിഞ്ഞിട്ട് നോക്കിയപ്പോൾ എന്തല്ലോ വിക്കറ്റ് കീപ്പർ ഈ സൈഡിൽ 4 ആ സൈഡിൽ. പുള്ളി വീണ് എഴുന്നേറ്റ് ഇതിലങ്ങ് ആവേശത്തിൽ എറിഞ്ഞതാ. ഒരു റൺസ് പോലും ഇല്ലാത്തതിന് എറിഞ്ഞ് 4 കളഞ്ഞു. പിന്നെ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ ചില സമയത്ത് ഫീൽഡ് ഈ സ്ഥലത്ത് ആക്ടേഴ്സ് ആവും നമ്മൾ. മറ്റേ ക്രിക്കറ്റ് പ്രൊഫഷണൽസ് ആക്ടേഴ്സ് ഉണ്ടാവും, ആക്ടിങ് കൂടെ ഓവർ ആക്ടിങ് ഒക്കെ വരും. അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. ഇപ്പോൾ ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളായതുകൊണ്ട് പറഞ്ഞതേ. ബാക്കിയുള്ള ചിലപ്പോൾ എല്ലാവരെയും പറ്റി പറഞ്ഞാൽ അത് ഈ ലാലേട്ടൻ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് അല്ലെങ്കിൽ ചീത്തൊക്കെ കേട്ടോ, എടാ മര്യാദയ്ക്ക് കളിക്കടാന്നൊക്കെ അങ്ങനെയൊക്കെ പറയോ? മോനെ കളി പോന്നെന്നേ പുള്ളി പറയത്തുള്ളൂ. അല്ലാതെ പുള്ളി അങ്ങനെ ടിപ്സ്, പുള്ളി തന്നെ പുള്ളി ഒന്ന് ഭയങ്കര തിരക്കിലായിരുന്നേ. എന്നിട്ട് രാവിലെയും വൈകുന്നേരം കിട്ടുന്ന സമയത്ത് ഒന്ന് പഠിച്ചിട്ടാണ് പുള്ളി ക്രിക്കറ്റ് ചെയ്തത്. പുള്ളിയും ഈ കുറേ കാലമായി ഇതൊക്കെ വെച്ച് കളിച്ചിട്ടൊക്കെ. പിന്നെ ഞങ്ങളൊരു കർണാടക ടീമുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കർണാടക ടീമിലുള്ള ഒരു ബാറ്റ്സ്മാൻ നമ്മളെ താറുമാറടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് സീസണിൽ. അപ്പോൾ ഉടൻ തന്നെ നമ്മൾ മെയിൻ ബോളേഴ്സൊക്കെ എല്ലാവരും അടി വാങ്ങി, ഞാൻ ഉൾപ്പെടെ എല്ലാവരും അടി വാങ്ങിക്കുന്നുണ്ട്. അപ്പം ഈ
നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വാമപ്പ് ചെയ്യും. അതെ, അതെ. വാമപ്പ് ചെയ്യുമ്പോൾ എല്ലാ കൈ കറക്കുന്ന ബോൾ ചെയ്യാൻ കാലിൽ നമ്മൾ എറിയാൻ നേരത്ത് പല വാമപ്പ് നമുക്ക് മനസ്സിലാവും. ആ. പക്ഷേ ഒരു വാമപ്പ് മാത്രം നമുക്ക് മനസ്സിലായിട്ട് ഇങ്ങനെ തല ഇങ്ങനെ പൊക്കി വെച്ചിട്ടൊരു വാമപ്പ് ഉണ്ട്. ആ, ആ, ആ. അത് മാത്രം എന്തിനാണെന്ന് നമുക്ക് അത് ചുമ്മാ നമ്മൾ കളിയാക്കി പറയണത്. ആ. അന്നാണ് മനസ്സിലായത് അതെന്തിനാണെന്നുള്ളത്. കാരണം ഒരു ബോളും താഴെ കൂടെ ഓർമ്മയില്ല, എല്ലാം അടിച്ച് മോളിൽ കൂടെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കാതെ വേറെ ഒന്നും ചെയ്യല്ലോ, 6 ഇങ്ങനെ നോക്കിയിരിക്കണേ. അപ്പോൾ ലാലേട്ടനാണ് ക്യാപ്റ്റൻ. അപ്പോൾ വന്നിട്ട് അപ്പോൾ ഞാനും വിവേക് ഗോപൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് നിൽക്കുകയായിരുന്നു. വിവേക് ഗോപൻ ഇന്ന് എന്ത് ചെയ്യും മോനെ? അപ്പം ഞങ്ങൾ പറഞ്ഞു ബിനീഷേണ്ണെ കൊണ്ടുവരാം. ഉം. കാരണം ബിനീഷേണ്ണാണ് നമ്മുടെ വജ്രായത്. അതെ. ബിനീഷേണ്ണ ക്രിക്കറ്റൊക്കെ അറിയാം. ബിനീഷേണ്ണെ കൊണ്ടുവന്ന ഇതെല്ലാം മാറും, ഔട്ടാവും ചേട്ടാ. കിട്ടും, നമുക്ക് കിട്ടും. ആ. അപ്പോൾ കിട്ടും അവനെ. അപ്പോൾ ശരി കിട്ടും ചേട്ടാ. അപ്പോൾ ബിനീഷ് എന്നറിയാൻ പറഞ്ഞു. ബിനീഷിന് ആദ്യം വന്നറിയുന്നു, പുള്ളിയുടെ സ്റ്റൈലുണ്ട്, എറിഞ്ഞു, ടക്ക് അടിച്ച് 6. ആ. രണ്ടാമത് അടി എറിഞ്ഞു, അത് 6. മൂന്നാമത് എറിഞ്ഞു, അത് 6. അപ്പോൾ എൻ്റെ അടുത്താണ് ലാലേട്ടൻ നിൽക്കുന്നത്. എൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ്ട് അടുത്തടുത്ത സ്ഥലങ്ങളിലാണ് ഫീൽഡിങ് ചെയ്യുന്നത്. അപ്പോൾ ലാലേട്ടൻ ഞാൻ ഇങ്ങനെ 6 അടിച്ച് ഇങ്ങനെ നോക്കി ലാലേട്ടൻ അവിടെ കൊണ്ട് ലാലേട്ടൻ്റെ മുഖത്ത്. അപ്പോൾ ലാലേട്ടൻ അവിടെ നിന്നിട്ട് ഇതാ മോനെ കിട്ടുമെന്ന് പറഞ്ഞത്, ഇതാണോ മോനെ നീ കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു അല്ല എന്താ സോറി ചേട്ടാ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന അതെ, മുഹൂർത്തങ്ങളുണ്ട്. നല്ലൊരു ഒരു അതെ, മൊമെന്റ്സ് അതെ. തന്നെ ഉണ്ടല്ലേ. അതെ. ഇപ്പൊ ഈ ചേട്ടൻ ഫിലിം ചെയ്യുന്നുണ്ട്, ഇപ്പൊ ജഡ്ജിങ് പാനൽ, റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്, ഇപ്പൊ സ്റ്റേജ് ഷോസ് എല്ലാ ഏരിയ എന്റർടൈൻമെന്റ് ഫീൽഡിൽ കവർ ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ്. സ്റ്റേജ് ഷോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവ് റെസ്പോൺസ് ആയിരിക്കും അല്ലേ. നമ്മൾ ഫിലിം കണ്ട് അത് പ്രേക്ഷകരുടെ റിവ്യൂ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഡയറക്റ്റ് കേൾക്കുന്നത് വളരെ കുറവായിരിക്കും. സ്റ്റേജ് ഷോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പെർഫോമൻസ് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ അവരുടെ ഫേസിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവരുടെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു കയ്യടിയിലൂടെ ആണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ തുടക്ക സമയത്ത് അതൊക്കെ ഭയങ്കര ടെൻഷൻ ഉള്ളിൽ ഉണ്ടാക്കിയായിരുന്നു സ്റ്റേജ് ഷോ. ഇല്ല, എന്നെ സംബന്ധിച്ച് എവിടെ നിന്നൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യത്തിലോട് പേടിയില്ല. ഇല്ല. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ നമ്മുടെ സ്പോർട്സ് ഡേ ഒക്കെ ഉണ്ടാവുമല്ലോ. സ്പോർട്സ് ഡേ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ 2-3 ഫ്രണ്ട്സ് കയറി നിൽക്കും. ഓട്ട മത്സരം എല്ലാവരും ഫാസ്റ്റായിട്ട് ഓടുമ്പോൾ നമ്മൾ സ്ലോ മോഷനിൽ ഓടുക, അല്ലെങ്കിൽ തിരിഞ്ഞോടുക, ഇങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു, കലാപരിപാടികളായിരുന്നു നമുക്ക്. പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ട്, നമ്മൾ ഡാൻസ് പ്രോഗ്രാമിൽ ഡാൻസ് കോമ്പറ്റീഷൻ വെച്ചിട്ട് നമ്മൾ ഈ പെൺകുട്ടികളുടെ വേഷത്തിൽ വന്നിട്ട് കളിച്ച് ഡാൻസ് പാവാടയൊക്കെ ഇട്ടിട്ട്. അത് കളിയാക്കാൻ വേണ്ടിയല്ല, ആ പാട്ട് എങ്ങനെയായിരുന്നു, മറ്റേ മെല്ലെ 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 മരുത്തല്ല, ആ പാട്ടായിരുന്നു കേട്ടാ. അപ്പം ഇങ്ങനെയുള്ള സ്റ്റേജ് ഫിയർ ഇല്ലായ്മ എനിക്ക് പണ്ടേ ഉണ്ട്. പിന്നെ ഞാൻ കേട്ടൊരു സംഭവമാണ്, നമുക്ക് ടാലൻസ് ഉണ്ടാവാം, പക്ഷേ ഈ ടാലൻസിനെ മറയ്ക്കുന്നത് അല്ലെങ്കിൽ ടാലൻസിനെ കില്ല് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ടെൻഷനും ഈ പേടിയും എന്ന് പറയുന്നത്. എപ്പം നമ്മുടെ മനസ്സിൽ ടെൻഷനും പേടിയും വന്നു അപ്പം നമുക്ക് സൂപ്പർ ടാലൻറ്റഡ് ആയ പോലും നമ്മളെ ടാലൻസ് ഇല്ലായ്മയായിരിക്കും, നമ്മൾ ഈ പേടി ഇതുമായിരിക്കും മുന്നിട്ടേക്കുന്നത്. അപ്പം അത് ആദ്യമേ ദൈവം അനുഗ്രഹിച്ച് അതില്ലാതായി. പിന്നെ ഈ സ്റ്റേജ് ഷോകളിൽ ചെല്ലുന്ന സമയത്ത് അവിടെ കാണാൻ വരുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അവർ 2.5 മണിക്കൂർ, സിനിമ പോലെ തന്നെ 2.5 മണിക്കൂർ നമുക്ക് നൽകുന്ന ഒരു സമയമാണ്. ലാഗ് ഇല്ലാതെ. ഇപ്പം നമ്മൾ സൂപ്പർ ടാലൻറ്റഡ് ഡാൻസർ അല്ലായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഞാൻ എടുക്കുന്ന സമയത്ത് ഒരു സിനിമ കാണുന്ന സ്കിറ്റ് ഉണ്ടാവും, പാട്ടുണ്ടാവും, പിന്നെ ഡാൻസ് ഉണ്ടാവും. ഇങ്ങനെ ഒരു പെർഫോമൻസ് പാക്ഡ് ആയിരിക്കും. അപ്പോൾ ഓൾറെഡി നമ്മൾ തന്നെ പറയും ഇങ്ങനെ ഒരു പെർഫോമൻസ് പാക്ഡ് ആയിരിക്കും. മേ ബി മെയിനായിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ടാവും, പക്ഷേ ഞാൻ അതിൽ ഇടപെടും. വരുന്ന ആൾക്കാർക്ക് ലാഗ് അടിക്കരുത്, നമ്മൾ 2.5 മണിക്കൂർ 2 മണിക്കൂർ ഷോ ആയിരിക്കും. മാക്സിമം എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ്, പറ്റുന്ന പോലെ എൻ്റർടൈൻ ചെയ്യിക്കുക, ലാഗ് ഇല്ലാതെ ചെയ്യുക. അപ്പം ഞാൻ ഇതിലൊക്കെ ഇൻവോൾവ് ആവുന്നത് പലർക്കും എതിരഭിപ്രായങ്ങളുണ്ട്, പക്ഷേ ഞാൻ പറയാം എനിക്ക് എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ കുഴപ്പമില്ല. സിനിമയിൽ ഞാൻ ഇതൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ, പക്ഷേ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഞാനും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്. ലൈവായിട്ടാണ് ആൾക്കാർ ഇത് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ എഴുന്നേറ്റ് പോകും, കൂവും, എന്തെങ്കിലുമൊക്കെ ചെയ്യും, നമ്മളെ കോൺഫിഡൻസ് പിന്നെ അവരോട് ചെയ്യുന്നത് ദ്രോഹം പോലെ ആയിപ്പോൾ. അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും കാലം ചെയ്ത സ്റ്റേജ് ഷോകളെല്ലാം തന്നെ മാക്സിമം നല്ലതായിരുന്നു, നല്ല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പം അതിൻ്റെ എൻഡ് ഓഫ് ദ റിസൾട്ട് അനുഭവിക്കുന്നത് ടീം ലീഡർ ആയിരിക്കും, പക്ഷേ അതിൻ്റെ തുടക്കത്തിൽ ഞാൻ കൂടെ ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ സ്കിറ്റ് എടുക്കുന്ന സമയത്തായാലും ശരി, അതിൽ എന്തൊക്കെ കോമഡികൾ വന്ന് ചേർക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ ആൾക്കാരെ ചിന്തിപ്പിക്കാം എന്ന രീതിയിലും. പിന്നെ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഫുൾ പവറായിരിക്കും. നമ്മളിപ്പോൾ പുറത്തൊക്കെ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഈ തണുപ്പ് കൂടിയോണ്ട് ചിലപ്പം നമുക്കൊന്ന് ക്ഷീണിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ആ സമയത്ത് ഫുൾ പവറിൽ ചെയ്യും. അവരപ്പോൾ ഇവന്മാർ പണി എടുത്തിട്ടുണ്ട്, സംഭവം എന്തായാലും ഇവന്മാർ പണി എടുത്തിട്ടുണ്ട്, അവിടെ നല്ല റിഹേഴ്സലൊക്കെ ചെയ്ത് നന്നായിട്ട് ഒന്ന് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയാൽ തന്നെ പ്രേക്ഷകരൊക്കെയാണ് ഇത് ഞാൻ കൊടുത്തിരിക്കും. അത് ഒരിക്കലും ഇനി ഷോകൾക്ക് പോയാലും
ഞാൻ അത് കുറയാൻ സമ്മതിക്കില്ല. ഓക്കെ. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് തന്നെയാലോ ഓരോ ഷോസും കാര്യങ്ങളും, സ്റ്റേജ് ഷോസ് എല്ലാ കാര്യവും ആ ഇവിടെ വന്ന് ഇരിക്കുന്ന പോലെ എൻജോയ് ചെയ്ത് തന്നെ ആ ചെയ്യുന്നത്. ഫുൾ എൻജോയ് മൂഡാണ്. അതെ അതെ അതെ. ഈ ലൈഫിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഭയങ്കര സങ്കടപ്പെടുത്തിയ അങ്ങനെ മൊമെന്റ് വന്നാലും ഇങ്ങനെ എന്താ സന്തോഷം തന്നെത്താനെ തന്നെ ലൈക്ക് ഇനിഷ്യലി സന്തോഷം കണ്ടെത്തുവോ അതോ കുറച്ച് ഡൗൺ ആയി തന്നെ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോവോ? ഇല്ല, നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും നമ്മളോട് കരുണയുള്ളവരായിരിക്കുക. കാരണം പുറത്ത് നമ്മളെ ഉരുട്ടിപ്പുരട്ടി ഒരു വഴിയാക്കാൻ അത് കാലം അങ്ങനെയാണ്. ഒന്നീ കമൻസിലൂടെ പണ്ട് ഇതിലൂടെ അധികം ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ കമൻസിലൂടെയും മറ്റു നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് വരും. പക്ഷേ സക്സസ് എന്ന് പറയുന്നത് ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിലാണ് വരുന്നത്. അതിനൊരു ഡിസാസ്റ്റർ ആക്കാതിരിക്കുക. സക്സസ് വരുന്ന സമയത്ത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ചില സിനിമകൾ റിവ്യൂവേഴ്സ് എൻ്റെ ആക്ടിങ്ങിനെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് വിഷമമൊന്നും വന്നിട്ടില്ല. ഇപ്പം സുഖമാണെന്ന് പറഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഒരുപാട് റിവ്യൂവേഴ്സ് നമുക്ക് നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ എന്നെ ഡയറക്ടറൊക്കെ വിളിച്ചു പറഞ്ഞു, എടാ നല്ല അഭിപ്രായം പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർ തെറി പറഞ്ഞ സമയത്ത് എനിക്ക് വിഷമം വന്നിട്ടില്ല, അതുകൊണ്ട് ഇപ്പം നല്ലത് വന്ന സമയത്ത് ഞാനതിൽ അഹങ്കരിക്കുകയോ ആനന്ദിക്കുകയോ ചെയ്യുന്നില്ല. അത് ഓക്കെ, സന്തോഷം. അപ്പം ഇതൊരു ബാലൻസിങ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് പരാജയങ്ങൾ വന്ന സമയത്ത് ഞാൻ വിഷമിച്ച് തകർന്നു പോയിട്ടുമില്ല. വിജയങ്ങൾ വന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക് വിജയങ്ങളായി തോന്നിയിട്ടുള്ള അവസരങ്ങൾ വന്ന സമയത്ത് ഞാൻ എന്താ പറയണ്ടേ, അതിലങ്ങ് ആറാടുകയോ അല്ലെങ്കിൽ അഹങ്കരിക്കുകയോ അറുമാദിക്കുകയോ ചെയ്തിട്ടില്ല. ഈ ഒരു ബാലൻസിങ് ഉള്ളതുകൊണ്ട് വിഷമം നേരത്തെ വന്ന സമയത്തും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് അതൊന്ന് ചിന്തിക്കും. അത് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നല്ലാതെ എന്നെ ഡൗൺ ആക്കാനായിട്ട് എൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും ഒരു കരുണയുള്ള ആളായിരിക്കും. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി അല്ലേ. പ്രിയദർശൻ സാറായിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ്? കാരണം ചേട്ടൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരുപാട് സ്ട്രഗ്ലിംഗ് പീരീഡിൽ ഒരുപാട് സഹായിച്ച അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമാണ് പ്രിയദർശൻ സാർ. അപ്പൊ ആ സാറായിട്ടുള്ള എങ്ങനെയാ ബോണ്ടിങ്ങും കാര്യങ്ങളും? എൻ്റെ സിനിമയൊന്നും പുള്ളി കാണാനായിട്ടുള്ള ചാൻസ് ഒന്നും ഇല്ല കേട്ടോ. എന്നെ CCL കണ്ട് ഇഷ്ടപ്പെട്ട് വിളിച്ചതാണ്. അത് ഒരു വലിയ സ്നേഹമുള്ള ബോണ്ടിങ് തന്നെയാണ്. അദ്ദേഹത്തെ പോലെ ഇത്രയും വലിയൊരു മനുഷ്യൻ, അല്ലെങ്കിൽ നല്ല മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം. ഒപ്പം ഇത്രയും വലിയ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആക്ഷൻ കട്ട് പറയുന്ന സമയത്ത് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കാൻ സാധിച്ച വലിയ സന്തോഷം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അക്ഷയ് കുമാർ സാറിനെ വെച്ച് അദ്ദേഹം ഒരു സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലൊക്കേഷനിൽ പോയി. അവിടെ ആരെയും കയറ്റി വിടില്ല. അവിടെ സൈഫ് അലി ഖാൻ സാർ, അക്ഷയ് കുമാർ സാറും ഉണ്ട്. പക്ഷേ എനിക്ക് അവിടെ കയറി ചെല്ലാൻ പറ്റി. അത് പ്രിയൻ സാറിൻ്റെ ലൊക്കേഷൻ ആയതുകൊണ്ട് മാത്രമാണ് അവിടെ കയറി ചെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറാണ് അക്ഷയ് കുമാർ. അദ്ദേഹത്തിൻ്റെ ഒരു ഡിസിപ്ലിൻ, മോട്ടിവേഷൻ അല്ല, അദ്ദേഹം ഡിസിപ്ലിൻഡ് ആണ്. പെട്ടെന്നൊരു എല്ലാ ദിവസവും ഡിസിപ്ലിനായി പോകുക ഭയങ്കര പാടുള്ള കാര്യമാണ്. മോട്ടിവേറ്റഡ് ആവും. പെട്ടെന്നൊരു ഇത് കണ്ട ഇതേപോലെ ബോഡിയാക്കാം, പിന്നെ ആ മോട്ടിവേഷൻ എപ്പോൾ വേണമെങ്കിലും തകർന്നു കഴിഞ്ഞാൽ. പക്ഷേ ഡിസിപ്ലിൻ ഉണ്ടാകുക വലിയ പാട്. അപ്പോൾ അങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ. ആക്ടർ എന്ന രീതിയിൽ എനിക്കിഷ്ടമാണ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ പോയി കാണാൻ ചെന്നപ്പം പ്രിയൻ സാറായിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് പ്രിയൻ സാർ എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തന്ന അക്ഷയ് കുമാർ സാറിന് എന്നെ മണിക്കൂറിനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ സാർ എനിക്ക് കൈ തന്നു. അതിൻ്റെ അടുത്ത് വെച്ച് എത്ര വർഷമായി, എനിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാം, എത്ര ഞാൻ പറഞ്ഞു 20 വർഷമായിട്ട്. അപ്പോൾ 20 വർഷമായിട്ടാണ് നമ്മുടെ ഫിറ്റ്. ഭയങ്കര റെസ്പെക്റ്റോടുകൂടി അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ പ്രിയൻ സാർ ഉള്ള സ്ഥലത്ത് ചെല്ലുമ്പോഴും അദ്ദേഹം സ്നേഹം നമുക്ക് തരുന്നുണ്ട്. വേറൊരാളെ മുന്നിലും അദ്ദേഹം അതേ സ്നേഹം തരാൻ വേണ്ടിയുള്ള രീതിയിൽ എന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് വലിയ സന്തോഷം. അതെനിക്ക് എപ്പോഴും കൊണ്ടുവന്നത് വിനയൻ സാറാണ്. അതിലെന്നും അദ്ദേഹത്തോട് സ്നേഹവും നന്ദി ഉണ്ടാവും. അതുപോലെ സ്നേഹം അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിൽ ഈ പറയുന്ന പോലെ നമ്മൾ സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ചേർത്ത് നിർത്തിയ ഒരാളാണ്. അത് ക്രിക്കറ്റിലൂടെ ആയാലും, ക്രിക്കറ്റിൽ പിന്നെ അദ്ദേഹം ഓണേഴ്സ് ആയിരുന്ന സമയത്ത് ഞാൻ വലിയ പ്ലെയറൊന്നും അല്ല, പക്ഷേ അദ്ദേഹം ടീമിൽ എപ്പോഴും എന്നെ ഇൻവോൾവ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അവസരം വരുന്ന സമയത്ത് അതിൽ ഇൻവോൾവ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രഗ്ലിംഗ് സമയത്ത് നിലനിൽപ്പാണ്, വരിക എന്നതുപോലെ തന്നെ നിലനിൽപ്പ്. അപ്പോൾ രണ്ടുപേരും നമുക്ക് ഇത് തന്നെയാണ്. ചേട്ടൻ എത്രത്തോളം ലൈഫിൽ ഡിസിപ്ലിൻ ആണ്? ആസ് എ ആക്ടർ ഒരു ഡിസിപ്ലിൻ ആയിരിക്കണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ? നമ്മുടെ ഇപ്പം ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് നടക്കണമെന്നില്ല, വർക്ക് ഷെഡ്യൂൾ വെച്ചിട്ട് നടക്കണമെന്നില്ല. പക്ഷേ എനിക്ക് പറ്റുന്ന സമയം ഞാൻ എൻ്റെ ജിമ്മും കാര്യങ്ങളും ചെയ്യും. എനിക്ക് പറ്റുന്ന പോലെ തന്നെ എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു ആക്ടർ ആവാൻ ഞാൻ പറഞ്ഞു, ഞാനൊരു ആക്ടിങ് സ്റ്റുഡൻ്റായി കാണുന്നതാണ്. ഇവോൾവിങ് ആവാൻ അതിനുവേണ്ടി എന്നെ സഹായിക്കുന്ന കാര്യങ്ങൾ ഞാൻ പഠിക്കും. ഇത് എൻ്റെ ഡിസിപ്ലിൻ ആയിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. അതിൽ പെട്ടെന്ന് ഒരു ദിവസം മോട്ടിവേഷൻ ആവുന്ന ഒരു സംഭവമല്ല. അപ്പോഴേ നമുക്ക് സിനിമയില്ലാത്ത സമയത്തും എന്നെ കണ്ടാൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഇരിക്കും, സിനിമയുള്ള സമയത്ത് ഏതാണ്ട് ഇതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ,
ഡിസിപ്ലിൻ ആയിരിക്കാം, നമുക്കൊരു ലോങ് റണ്ണിൽ നമ്മളെ സഹായിക്കുന്ന ഡിസിപ്ലിൻ ആയിരിക്കാം. അപ്പം എൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ലോങ് റണ്ണാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം കുറച്ച് സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. സിനിമകൾ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവാം, പ്രോഗ്രാമിനിടയിൽ ഗ്യാപ്പ് ഉണ്ടാവാം. അപ്പോൾ ആ സ്ലോ എന്ന് പറയുന്നത് നിലനിർത്തണമെങ്കിൽ എന്താ പറയണ്ടേ, ഒരു ഡിസിപ്ലിനാണ് ആവശ്യം, ഒരു സ്റ്റഡിനെസ്. ആ സ്റ്റഡിനെസ്സിന് ഡിസിപ്ലിൻ ആയിരിക്കും ആവശ്യം. വീട്ടിൽ ആരായിട്ട് ഏറ്റവും ക്ലോസ്? അച്ഛൻ, അമ്മ, 2 ചേച്ചിമാരുണ്ട്. ആരായിട്ട് ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങളും ഓപ്പൺ അപ്പ് ആവുന്നത്? ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിച്ചത് വളർന്നതൊക്കെ വേറൊരു വീട്ടിൽ നിന്നിട്ടാണ്. അപ്പോൾ എനിക്ക് അത്രത്തോളം വീട്ടിൽ എല്ലാവരോടും സെയിം ഇത് മാത്രമേ ഉള്ളൂ, സെയിം സ്നേഹം, സെയിം ആയിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ എൻ്റെ ജോലിയുടെ കാര്യങ്ങളൊന്നും അവർക്ക് അധികം സംസാരിക്കാറില്ല. പിന്നെ എൻ്റെ സുഹൃത്തുക്കളോട് ചിലടത് മാത്രം, അവന്മാരെ 100 കണക്കിന് പ്രശ്നത്തിരിക്കുകയായിരിക്കും. എല്ലാവരും ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ 100 പ്രശ്നത്തിൽ അവിടെ ചെന്ന് അവൻ്റെ പറയാം, ഇവിടെ ഉയ്യോ ഇന്നലെ കൊച്ചിന് വയ്യാതെ ആശുപത്രി കൊണ്ടുവിടാം, പിന്നെ ഞാൻ അമ്മയ്ക്ക് വയ്യാതെ, അവർ അത് ഇവിടെ അവിടെ ജോലി സ്ഥലത്ത് വന്നപ്പോൾ ആ പ്രശ്നം അവരെ 100 പ്രശ്നം എൻ്റെ അടുത്ത് പറയാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാനായിട്ട് ഇനി കൂടുതൽ പ്രശ്നങ്ങൾ. അപ്പം എൻ്റെ കാര്യങ്ങൾ പൊതുവേ ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ വേറൊരാള് വേണം, അല്ലെങ്കിൽ എല്ലാം ഓപ്പൺ അപ്പ് ആവാൻ, അല്ലെങ്കിൽ സങ്കടം പറയാൻ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. നോക്കട്ടെ, ഇതുവരെ തോന്നിയിട്ടില്ല. ഇനിയിപ്പോ ഒരാളങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇതെന്താ തോന്നാത്ത? എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. അങ്ങനെ യാതൊരു ഇനിയിപ്പോ സർട്ടിഫിക്കറ്റ് നോക്കി എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്ത ആളാണ്. ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് ഞാൻ അങ്ങനെയല്ല, ഇപ്പൊ പ്രഷർ എന്നെ ഇറക്കിയിട്ടു. അല്ല, ആരോടും ഇങ്ങനെ ക്രഷ് ഒക്കെ അടിച്ചിട്ടില്ലേ? ക്രഷ് തോന്നിയിട്ടില്ല? എല്ലായിടത്തും അടിക്കാറുള്ളൂ ക്രഷ് അടിക്കുന്നത്. ഒരാളോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി, സ്നേഹം തോന്നി, പക്ഷെ ഇതുവരെയായിട്ട് പറയാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു പ്രണയം ഉണ്ടോ? സ്നേഹം തോന്നി ഞാൻ പോയി പറഞ്ഞിരിക്കും. പിന്നെ അത് നമുക്ക് പറയുന്നതിൽ തെറ്റില്ലല്ലോ. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അത് വേറെ സംഭവം അറിയില്ല. പക്ഷെ ഞാൻ അന്നൊക്കെ സ്നേഹം തോന്നി ഞാൻ പോയി പറഞ്ഞിരിക്കും. നോ പറ്റില്ല, പോയി പണി നോക്കടാ. അതുകൊണ്ടാന്ന് തോന്നുന്നല്ലേ ഇപ്പൊ അങ്ങ് പറയാത്തത്. അല്ല, ഇപ്പൊ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. നമ്മള് ചില കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഇറിറ്റേഷൻ ആകാറുണ്ട്? ഇപ്പൊ ഇങ്ങനെ കുറച്ച് പേരിങ്ങനെ ചോദിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ പേരിങ്ങനെ ചോദിക്കാൻ നേരത്തെ നിങ്ങൾക്ക് എന്ത് ഇത് മാത്രമാണോ ചോദിക്കാനുള്ളൂ, അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വീട്ടിൽ പോയിരിക്കുമ്പോ? എന്നൊക്കെ അത്ര സ്നേഹം ഉണ്ടല്ലോ എന്ന് ഞാൻ തോന്നാറുണ്ട്. ഞാൻ പോലും എന്നെ കുറിച്ച് ചിന്തിക്കാത്ത കാര്യം എന്നെ എൻ്റെ അടുത്ത് ചിന്തിക്കുന്നുണ്ടല്ലോ, അത് സ്നേഹം കൊണ്ടല്ലേ. ചേട്ടാ കല്യാണം കഴിച്ചിടേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സ്നേഹം കൊണ്ട്. ചേട്ടാ ആഹാരം കഴിച്ചു, ചേട്ടാ അത് ചെയ്തു, സിനിമ അന്ന് സ്നേഹം കൊണ്ട്. അതിലെ സ്നേഹം മാത്രം. എന്നിട്ട് നിങ്ങൾ ആരും കെട്ടുന്നതിന് മുമ്പ് എന്നെ അത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന്? എന്നെ കല്യാണത്തിന് മുന്നേ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. കല്യാണത്തിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ചേട്ടൻ കെട്ടിയിട്ടില്ലല്ലോ ഒന്ന് വിളിച്ചു ചോദിക്കുക, ചേട്ടാ കല്യാണം താല്പര്യം, അതൊന്നും നിങ്ങൾ ചെയ്യാതെ വന്നിരുന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് പാർട്ടിയൊക്കെ കഴിഞ്ഞ് ചേട്ടാ എന്താ കെട്ടാത്ത, ചേട്ടാ കെട്ടി കഴിയുമ്പോഴാണ് ആലോചിക്കുന്നത് മണിക്കൂട്ടൻ ചേട്ടൻ കെട്ടിയിട്ടില്ലല്ലോ. അപ്പഴായിരിക്കും ഇപ്പൊ എല്ലാരും ഇപ്പൊ കോള് വരും കേട്ടോ. അപ്പൊ നമ്മള് വിളിച്ചു ചോദിക്കാത്തോണ്ടാണ്. അയ്യോ അങ്ങനെ കോളം ഞാൻ അങ്ങനത്തെ ഒന്നും സ്വീകരിക്കില്ല. നമ്മളൊരു തമാശക്ക് പറഞ്ഞിട്ടാണ്. അതാണ് കെട്ടി കഴിഞ്ഞപ്പോഴാണല്ലോ അയ്യോ പുള്ളി കെട്ടിയിട്ടില്ലല്ലോ, അത് കൊള്ളാൻ കേട്ടോ, അത് നല്ലൊരു ഗംഭീരം. ഈ ഇന്റർവ്യൂല് ഏറ്റവും ടോപ്പ്. ഇത്രയും നേരം പറഞ്ഞൊന്നും ഒന്നുമല്ലത്. അല്ല, കെട്ടിക്കഴിയുമ്പോഴാണല്ലോ നമുക്ക് ഒരാളും കെട്ടിയിട്ടില്ല, അപ്പൊ ആളും കൂടെ അതൊന്ന് അനുഭവിക്കുന്നത് നമുക്ക് അപ്പളല്ലേ തോന്നുള്ളൂ. പക്ഷെ ഇവര് പറയുന്ന ഫ്രണ്ട്സ് ഒക്കെ പറയുന്ന പോലെ അല്ല കേട്ടോ വിവാഹ ജീവിതം. നല്ല അടിപൊളിയാണ്. നമ്മൾ എങ്ങനെ ഇത് കൊണ്ടുപോകുന്നുള്ളതാണ്. അതെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇത് മോട്ടിവേഷൻ ആയിട്ട് ഇത് മണിക്കൂട്ടൻ ചേട്ടന്റെ അമ്മ കേൾക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം മോളെ, ഞാൻ ഇവനോട് വഴക്കൂടുന്നു. ഇല്ല, ഇത് എന്നെ പറഞ്ഞല്ലോ, കാരണം ഇത് മനുഷ്യരാണ്. കാരണം നമ്മളാരും ദൈവങ്ങളല്ല, മനുഷ്യരാണ്. നമ്മൾ ഏറ്റവും നല്ല രൂപം എന്നുള്ള ദൈവത്തിന്റെ ആണല്ലോ. എല്ലാ സ്വഭാവ ഗുണങ്ങളും മനുഷ്യരാണ്. നമുക്ക് ചെറിയ തെറ്റുകളും ഒരുപാട് തെറ്റുകളും വലിയ വലിയ തെറ്റുകൾ ചെയ്യാതിരിക്കുക. ചെറിയ ചെറിയ പാകപ്പിഴകളുള്ള ആൾക്കാരാണ്. ഈ ലോകം തന്നെ അങ്ങനെയാണല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ അതും പരസ്പരം മനസ്സിലാക്കി പോകാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മളിനി മറ്റേ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വിട്ടേക്കുക. ഏറ്റവും ഉത്തമ പുരുഷനൊന്നും അല്ല ഞാൻ. ട്രാവൽ ചെയ്യാനൊന്നും വലിയ താല്പര്യമില്ല. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒരുപാട് പുറത്ത് ഷോസും കാര്യങ്ങളൊക്കെ ട്രാവൽ ചെയ്ത് മടുത്തന്നേ. പിന്നെ ഞാൻ ഷോ ഒക്കെ വരുമ്പോ ഷോ വരുമ്പോ നമ്മൾ എല്ലായിടത്തും പോകുന്നുണ്ട്. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് മടുത്ത്. പറഞ്ഞിട്ടൊന്നും ഞങ്ങൾ എന്തോ ഒറ്റയ്ക്ക് വിടുന്ന പോലെ അടിച്ചു വിടും. ഒറ്റയ്ക്ക് നിങ്ങളിപ്പോ ഹസ്ബൻഡായിട്ടല്ലേ പോയത്? ഒറ്റയ്ക്ക് പോയത്? അല്ല, ഞാൻ ഹസ്ബൻഡായിട്ട്. അതല്ല, ഞങ്ങള് പ്രേക്ഷകരും വീട്ടുകാരൊക്കെ നീ ഒറ്റയ്ക്ക് പോയാ മതി എന്ന് ഞങ്ങൾ എന്താ അടിച്ചു ചെയ്യിപ്പിക്കണ പോലെയാണല്ലോ. അല്ലല്ല, നിങ്ങൾ അടിച്ചു ചെയ്യിപ്പിക്കുന്നില്ല, ഞാൻ. അതെ, എന്നെ തന്നെ. ഈ വർഷം എന്തായാലും കഴിഞ്ഞ വർഷം ഇന്റർവ്യൂ കഴിഞ്ഞു. ഇനിയിപ്പോ ഈ വർഷം അടുത്ത വർഷം നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇത് തന്നെ അനുഗ്രഹിക്കണം. അടുത്ത വർഷം കെട്ടി അടുത്ത വർഷം വീണ്ടും ഈ വർഷം ഈ വർഷം എന്തായാലും സെറ്റ് ആയിരിക്കും. ഇന്റർവ്യൂ ചെയ്യുമ്പോ തന്നെ കണ്ടോ, എനിക്ക് തിരിച്ചു മെസ്സേജ് അയക്കും, എന്റെ പൊന്നിക്ക് എന്നാ എന്തോ ഒരു പ്രപ്പോസലുകളാ വന്നത്. എനിക്കൊന്ന് പ്രപ്പോസലുകളൊക്കെ വരാറുണ്ട്, അത് ചൂസ് ചെയ്യാത്തതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ആയിരിക്കട്ടെ, അങ്ങനെ ആയിരിക്കട്ടെ. എന്നെ പറ്റി കുറച്ച് ഭയങ്കര ലെവലിൽ ചിന്തിച്ചേക്കാം, ഞാനായിട്ടത് കുറയ്ക്കണ്ട. അപ്പൊ ചേട്ടാ
അപ്പം രാവിലെ ഇത്രയും തിരക്കില് എന്റെ ഈ ഒരു ഷോയ്ക്ക് വന്നതല്ല, അപ്പൊ ഒരു സ്മോൾ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നാണോ? മലേഷ്യന്ന് കൊണ്ടുവന്നതല്ല. ഇപ്പൊ തന്നെ തുറന്നു നോക്കാമോ? ആ തുറന്നു നോക്കിക്കോ, അതിനകത്ത് ആ എന്താ ഇതെന്താ ഈ സാധനം? ചായ മഗ്ഗാണോ? ഫ്ലവർ. ഫ്ലവറാ? ഫ്ലവർ വെക്കാൻ പറ്റുന്ന പിന്നെ പെർഫ്യൂമാ? ഡെക്കോർ അല്ല, പിന്നെ ഹോം മണം കിട്ടും. വീട്ടില് മണം കിട്ടാൻ. ലൈക്ക് എന്താ ഇതെന്താ ഇത് മറ്റേ മെഴുകുതിരി മെഴുകുതിരി അല്ലേ? കോക്കനട്ട് ഫ്ലേവറിലുള്ള. അതെ അതെ അതെ, മെഴുകുതിരി. സന്തോഷം. ഞാൻ എന്റെ വീട്ടില് ഫ്ലവർ വാങ്ങിച്ചു വെക്കും, ആ ഈ മെഴുകുതിരി കത്തിച്ച് ഇത് വെക്കും. അമ്മയുടെ കൊടുത്താച്ചോ, അതെ അറിയില്ലെങ്കിൽ അല്ല എന്റെ റൂമിൽ തന്നെ ഞാൻ വെക്കും. ഇത് കെന്ന തന്നെയല്ലേ? അതെ കെന്നയുടെ ഓർമ്മയ്ക്ക് ഞാനെന്താ ഓർമ്മയോ യക്ഷയോ? അല്ല ഗിഫ്റ്റ് കെന്ന ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ? കെന്നെ പോലെ മാരീഡ് പക്ഷെ ഫ്ലേർട്ട് ചെയ്യല്ല, കെന്നെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി എനിക്ക് ഗിഫ്റ്റ് തന്നിട്ട് കുറെ കാലമായി. കന്ന ഒരു ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി എനിക്ക് ഗിഫ്റ്റ് തന്നിട്ട്, അത് പെൺകുട്ടി തന്നെ ഗിഫ്റ്റ് തന്നിട്ട് കുറെ കാലമായി. അപ്പൊ അതെന്തായാലും കുറച്ച് വാലന്റൈൻസ് ഡേ കഴിഞ്ഞു പോയി. മതി എന്നെ ഏറിക്കേറ്റല്ലോ, ഈ കവി എന്നെ ഏറിക്കേറ്റാനുള്ള പരിപാടി എല്ലാം. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് എന്റെ ഫ്രണ്ടാണ്. അത് ഇടയ്ക്കിടയ്ക്ക് അപ്പൊ അതെ അതുകൊണ്ട് ഇത് ചുമ്മാ ഒരു സൗഹൃദ സംഭാഷണമായിട്ട്. അതെ ഞാൻ സിംഗിൾ ആണെന്നങ്ങ് പറഞ്ഞാൽ പോലെ, എന്തിനു ഇടയ്ക്കിടയ്ക്ക് മാരീഡ് ആണ് നിങ്ങളുടെ എല്ലാം കല്യാണം കഴിഞ്ഞ സിംഗിൾ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. അതെ അപ്പൊ ഗിഫ്റ്റ് എല്ലാം ഇഷ്ടപ്പെട്ടല്ലോ. താങ്ക് യു. അപ്പൊ തകർക്ക്. താങ്ക് യു.